ചോദിക്കാനുള്ള ചോദ്യം, എങ്ങനെയുണ്ടായിരുന്നു 2025? ആർക്കെങ്കിലും രണ്ടു പേർക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പറയാം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് 2025? നന്നായിരുന്നു. നല്ല അനുഭവങ്ങളായിരുന്നു. ലൈഫ് ടെക് ഫാമിലിയിലെ അംഗമാകാൻ എനിക്ക് സാധിച്ചു. അതിലൂടെ നല്ല എനർജൈസർ ആണ് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ആ, ആ. ഓക്കെ 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 പറയാം. ഒരാൾക്കും കൂടെ പറയാം. നിങ്ങൾക്ക് 2025 നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും പറയാം. ലൈഫ് സാറേ, ടെക്കിൽ മെമ്പർ. എനിക്ക് 6 മാസം നല്ലതായിരുന്നു. 6 മാസം എന്റെ ജീവിതത്തില് ഒട്ടും സഹിക്കാൻ പറ്റാത്ത, എന്റെ ജീവിതത്തിൽ ഭയങ്കര വഴിത്തിരിവായിട്ടുള്ള 2 സംഭവങ്ങളാണ് നടന്നത്. എനിക്ക് അതിനെ ഓവർകം ചെയ്യണമെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ മുന്നോട്ട് അത് പോയിക്കൊണ്ടിരിക്കും. ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഷെയർ ചെയ്തോളൂ. നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തോളൂ. എന്റെ മദറില്ല ആദ്യം 6 മാസം മുമ്പ് മെയ് 6-ന് മരിച്ചായിരുന്നു. അത് എന്റെ അടുക്ക തന്നെ വെച്ച് രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീറ്റ ഉടനെ പെട്ടെന്നൊരു വിമിഷ്ടം ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് മരിച്ചു. എന്റെ ഉമ്മ അപ്പം മരിച്ചിട്ട് 56 ദിവസം ആയുള്ളൂ. ഉമ്മ ഇതുപോലെ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് സന്ധ്യ ആയപ്പോ, ഉമ്മ മരിച്ച 6 മാസം ആയപ്പോ നവംബർ 6-ന് എന്റെ സ്വന്തം ഉമ്മായി മരിച്ചു. അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേര് നഷ്ടപ്പെട്ട വർഷം. അതുപോലെ സന്തോഷം എന്ന് പറയുന്നത്, മോക്ക് ജോലി കിട്ടി പെട്ടെന്ന്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ദുബായ് ജോലി. അങ്ങനെ മോടെ കല്യാണം സെറ്റിലായി. ഇങ്ങനെയൊക്കെ വലിയ ഹാപ്പിയോടിരിക്കുന്ന ഒരു സമയത്താണ് ദൈവം ഇങ്ങനെ 2 ദുഃഖം തന്നെ. എല്ലാത്തിനെയും നമ്മൾ അതിജീവിച്ചല്ലേ പറ്റത്തോളൂ. Yes, പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചില ആളുകൾക്ക് നേട്ടങ്ങളാണെങ്കിൽ ചില ആളുകൾക്ക് ചില നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് 2025. വേറെ ഒരാൾക്കും കൂടെ പറയാം. 2025 നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പറയാം. ഞാൻ പറയാം സാറേ. പറയൂ സിന്ധു. 2024 ഒരു ട്രോമയിൽ നിന്ന് ഞാനൊന്ന് റിക്കവർ ആയത് 2025-ലാണ്. 2025 തുടങ്ങിയപ്പോ ഞാൻ എന്നെ സ്വയം ഒന്ന് റീബിൽഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോ ഞാൻ 2025 ജനുവരിയില് ഒരു ലിസ്റ്റ് ഓഫ് തോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫേസ്ബുക്കിൽ എന്റെ പ്രൈവറ്റ് ആയിട്ട്, ഇൻസ്റ്റയിലും ഒക്കെ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ഇയർ ഞാനത് നോക്കുമ്പോ അതില് ഒരു 5 എഴുതിയതിൽ ഒരു 4 എനിക്ക് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനത് ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് പറയാം. ഞാൻ MA സൈക്കോളജി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. എക്സാംസ് കംപ്ലീറ്റ് ചെയ്തു. അത് എൻ്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു. വർഷങ്ങൾ കൊണ്ട് ഞാൻ ജോയിൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഈ ലാസ്റ്റിൽ എത്തിയപ്പോൾ എനിക്കത് സാധിച്ചു. സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു പഴയ ഹാബിറ്റ് ആയിരുന്നു ബുക്ക് റീഡിങ്. അപ്പം പുതിയൊരു സ്കില്ല് പഠിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് ടെക്കിൽ ജോയിൻ ചെയ്തത് വഴി, ലൈഫ് ടെക്കിലെ പ്രിയാമ്മയാണ് എന്നെ ലൈഫ് ടെക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതുവഴി ഞാൻ കുറച്ചും കൂടി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറെ മെന്റലി എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമ്മുടെ ഒരു ഹാബിറ്റ്സ് ഒക്കെ റീഗെയിൻ ചെയ്യാനും ഒക്കെ പറ്റി. താങ്ക് യു. ശങ്കരൻ സാറെ, എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാനുണ്ടോ സാറിന് 2025-നെ കുറിച്ച്? സാർ മ്യൂട്ടാണേ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ആൻഡ് 2025 എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായ ഒരു വർഷമാണ്. ഞാൻ ട്രെയിനിങ് മേഖലത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. മിക്കവാറും ട്രെയിനേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം എൻ്റെ പാഷനായിട്ടുള്ള എഡ്യൂക്കേഷൻ മേഖലയിലാണ്. അപ്പോൾ 2025-ലാണ് ഞാനത് ഒന്നും കൂടി ഹൈക്ക് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം ചെയ്ത് കൊടുത്ത് തുടങ്ങിയത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തപ്പോഴാണ് വേൾഡ് വൈഡ് തന്നെ, ഇപ്പോൾ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ, ചെന്നൈ, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് കൺട്രിയിൽ നിന്ന് ഓസ്ട്രേലിയ, ജർമ്മൻ, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്തു തുടങ്ങിയതാണ് അപ്പോഴാണ്. അപ്പൊ അതിൻ്റെ ഒരു ഇമ്പാക്ട് വലുതാന്നുള്ളത് മനസ്സിലാക്കിയത് ഈ 2025-ലാണ്. അതിന്റെ മുന്നേ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ സോഷ്യൽ പുറത്ത് വന്നപ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി എലിഗന്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് കിട്ടി. ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, പ്രൊഫസേഴ്സ്, ഈവൻ മെഡിക്കൽ ഡോക്ടേഴ്സ് ഒക്കെ, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെ വന്നു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ കൂടെ പരസ്യം കൊടുത്തുകൊണ്ടിട്ട്. അപ്പൊ എനിക്ക് വിസിബിലിറ്റി കൂടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അപ്പോൾ
എല്ലാവരും വിസിബിലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നും കൂടി പറയാണ്. സാറും വിസിബിലിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. സന്തോഷം. ഇതാണ് ട്രെയിനിങ് മേഖലയായിട്ട് എനിക്ക് പങ്കുവെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വാർത്ത. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സോ 2-3 കാര്യങ്ങൾ നമുക്ക് 2025-26 പോകുമ്പോൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഒരു പക്ഷെ നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ അതിനും കൂടി നമ്മൾ എപ്പോഴും പുതുവർഷത്തിൽ ഏറ്റവും കൂടുതൽ കുറേ പ്രതീക്ഷയുള്ള കാര്യങ്ങൾ എടുക്കാറുണ്ട്. പക്ഷെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് കുറച്ചും കൂടെ വളരെ ഷാർപ്പായിട്ട് കൃത്യമായിട്ടൊരു ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ തോട്ട്സ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചില ഇൻപുട്ടുകളും ആവശ്യമായിട്ട് വരും. ഒരു കാര്യം ഉറപ്പാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം 2025 ഒരു വലിയ വലിയ നേട്ടങ്ങളുടെയും കൂടി വർഷമായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി അത് ചില തീരുമാനങ്ങൾ ചില സമയത്ത് എടുത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ 2025 നോക്കുമ്പോൾ എനിക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ചേഞ്ചസും മാറ്റങ്ങളും ഉണ്ടായിട്ട് വർഷമാണ്. സോ അപ്പോൾ ഇനി 2026 കടക്കുമ്പോൾ വീണ്ടും പുതിയ ചലഞ്ചസ് വരിക. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഒരു പക്ഷേ എനിക്ക് തോന്നിയത് നമുക്ക് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ 2026 കടക്കുമ്പോൾ എന്തായിരിക്കും 2026 പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ എന്തായിരിക്കും? ആരെങ്കിലും രണ്ടുപേർക്ക് ഷെയർ ചെയ്യാം. ലിസി മാം, എന്താണ് 2026 നോക്കുമ്പോൾ മനസ്സിൽ വരുന്ന ആശയങ്ങൾ എന്താണ്? കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് കഴിഞ്ഞ വർഷം ഈ 2025 എനിക്ക് എൻ്റെ ഹസ്ബൻഡ് 2025 മീൻസ് എൻഡ് ഓഫ് 2024, അതായത് ഡിസംബർ 28 ഇന്നലെ മിനിഞ്ഞാന്ന് അതിന്റെ വാർഷികമായിരുന്നു, ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി. അപ്പൊ ആ സമയത്ത് ഞാൻ വളരെ എന്തോ പറയുന്നത് ഡെസ്പറേറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ MA തിയോളജി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 1 വർഷം കഴിയുന്നു. സോ ഐ വാസ് വെരി മച്ച് എൻഗേജ്ഡ് ഇൻ ദാറ്റ് സബ്ജക്ട്. അപ്പൊ ഇപ്പം സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞു. അപ്പൊ ഇനി തേർഡ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് 2 മാസത്തിനകം. അപ്പം അതെല്ലാം ഒന്ന് നന്നായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. നല്ലതായിട്ട് പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കണം. കാരണം ഏജ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഓക്യുപ്പൈഡ് ആയിട്ടിരിക്കണ്ടേ. അപ്പൊ അതാണ്. ഒരു കാര്യമുണ്ട്, നമ്മൾ 2026 നോക്കുമ്പോൾ നമുക്ക് 2 കാര്യം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണം. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണം. അതെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോഴത്തെ വരുമാനത്തെക്കാളും കുറച്ചും കൂടി വരുമാനം കൂടുതൽ ഉണ്ടാവണം. കുറേയും കൂടി ഹാപ്പിനെസ്സോട് കൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, ഹാപ്പി എൻജോയ്മെന്റ് വർക്ക് പ്ലേസിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് കരിയറിന്റെ ഗ്രോത്ത്, ഒരു ഫിനാൻഷ്യൽ റവന്യൂ ഉണ്ടാവണം, അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഒരു ഹെൽത്ത് നന്നായിരിക്കണം, അതോടൊപ്പം തന്നെ നമുക്കൊരു ഹാപ്പി ഫാമിലി ലൈഫ്. ഇത്രയൊരു 3-4 കാര്യങ്ങളാണ് പൊതുവെ നമ്മളെല്ലാവരും 2026 പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങൾ. ശരിയാണോ? യെസ് ഓർ നോ? ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം പോസിബിൾ ആണ്. പക്ഷെ ആർക്കാണ് പോസിബിൾ എന്നൊരു ചോദ്യമുണ്ട്. ഇതില് കരിയറിന്റെ കാര്യം പറഞ്ഞപ്പോ അതിന് ഞാൻ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് കൂറ്റനാട് എന്ന സ്ഥലത്താണ്. അവിടെ എനിക്ക് സ്വന്തം ബിൽഡിംഗ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ കൂടി ദൂര സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഈവൻ ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാല് എനിക്ക് കരിയർ ഡെവലപ്മെന്റ് കൂടുതൽ ഒരു ലിമിറ്റേഷൻ ഉള്ളത് പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ തൃശ്ശൂർ സിറ്റിയിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് മാറുമ്പോൾ ഉള്ള മെച്ചം, ഈ ദൂരം അല്ലെങ്കിൽ റിമോട്ട് ഏരിയ എത്തിപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ തൃശ്ശൂർക്ക് വരും. എന്താ വെച്ചാൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ട്രെയിനും നിൽക്കുന്നതാണ്. ഇത് പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ ട്രെയിനും നിൽക്കില്ല. അപ്പോൾ അതൊക്കെ ഒരു ഹിൻഡ്രൻസ് ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ തൃശ്ശൂർക്ക് മാറുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിലും എൻ്റെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു ഇത്. ഇപ്പം മലയാളത്തിലാണ് എടുക്കുന്നത്. മലയാളത്തിൽ ഇംഗ്ലീഷിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് തൃശ്ശൂർ. കുറേ സ്റ്റുഡൻസൊക്കെ അവിടെ വന്ന്
ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർ. അപ്പൊ അന്ന് കരിയർ ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഈ രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ സാറേ, എല്ലാവർക്കും ചെയ്യാൻ തൃശ്ശൂര് കഴിയും. തൃശ്ശൂര് പറഞ്ഞ നഗരത്തിൽ തൃശ്ശൂർ വന്ന ആള് ആരും തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തൃശ്ശൂർ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. അത്രയും മനോഹരമായ ഇതാണ്. ശക്തൻ തമ്പുരാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചു വളർത്തിയ ആ തൃശ്ശൂർ പൂരത്തിന്റെ മഹിമ മാത്രം ആളുകളെ ചേർത്ത് പിടിക്കാൻ, അത് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന വലിയ ഒരു നഗരമാണ് തൃശ്ശൂർ. വന്നവർക്ക് ആർക്കും തിരിച്ചു പോകാൻ ഇത് തോന്നില്ല. പലപ്പോഴും തൃശ്ശൂർ ടൗണിൽ താമസിക്കുന്ന പല ആളുകൾ വന്ന് അത് തൃശ്ശൂർ വന്നാൽ പിന്നെ തിരിച്ചു പോകുന്നില്ല. തൃശ്ശൂർ അത്രയും ഇഷ്ടപ്പെട്ടു എന്നാണ് പലപ്പോഴും പറയാറ്. സോ തീർച്ചയായിട്ടും സാറിന് തൃശ്ശൂർ ടൗണിലേക്ക് സ്വാഗതം. കോച്ചിങ് സെന്ററിന്റെ ഒരു സെന്റർ അല്ലേ സാറേ? കോച്ചിങ് സെന്ററിന്റെ ഒരു സെന്റർ കൂടിയാണല്ലോ തൃശ്ശൂർ അതെ അല്ലേ? അതെ, പ്രത്യേകിച്ചും എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ള ഏറ്റവും നല്ല അറിയാലോ, ഈ കോച്ചിങ് സെന്റേഴ്സും ഒക്കെ ഉള്ള ഏറ്റവും വലിയ സ്ഥാപനമാണ്, വലിയതാണ്. തൃശ്ശൂർ കൾച്ചറൽ ക്യാപിറ്റലാണ്. നമ്മളെല്ലാവരും പറയില്ലേ, നമ്മൾ എപ്പോഴും രാവിലെ എണീറ്റ് നോക്കുന്ന സ്വർണത്തിന്റെ വിലയാണ്. സ്വർണത്തിന്റെ കൺട്രോൾ നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് തൃശ്ശൂർ ശരിക്കും പോകുന്നത്. ബാങ്കുകളുടെ ഏറ്റവും കൂടുതൽ ബാങ്കുകളുള്ള പ്രൈവറ്റ് ബാങ്ക്, ഇപ്പൊ ഏറ്റവും റിസർവ് ബാങ്ക് അടക്കം ബാങ്കുകളുടെ ഒരു നഗരമാണ്, സ്വർണത്തിന്റെ കേന്ദ്രമാണ്, സാംസ്കാരിക കേന്ദ്രമാണ് ഒക്കെ. അത്രയും അപ്പൊ തൃശ്ശൂരിലേക്കൊക്കെ നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയാം, ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും നടക്കും. പക്ഷേ ഒറ്റ കാര്യം വേണ്ടു, നമ്മൾ ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ട് മാറണം. ആർ വി ആക്ഷൻ ടേക്കേഴ്സ്? അപ്പോൾ ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ട് മാറാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നാൽ മാത്രമേ 2026 നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഹാപ്പി ലൈഫ് മനോഹരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, അതോടൊപ്പം നമ്മൾ ഒരു ചെറിയ വരുമാനം കൂട്ടാൻ സാധിക്കുള്ളൂ, ഹാപ്പി ആയിട്ട് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരോടും പറയാനുള്ളത്, വി ഹാവ് ടു ടേക്ക് ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ട് മാറുന്നത്. 2026 റീഡിസൈൻ പറയുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമാണ്, നമ്മളൊരു ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ട് മാറണം എന്നുള്ളത്. എപ്പോഴും പറയാറുണ്ടല്ലോ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പോലും അല്ലേ, ചൊട്ടയിലെ ശീലം ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ചൊട്ടയിലെ ശീലം നമ്മൾ എന്ന് മാറി ചൊട്ടയിലെ ശീലം മാറ്റി നമ്മൾ പുതിയ ലോകത്തേക്ക് എപ്പോൾ വരുന്നു, ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ട് മാറുന്നു, അപ്പോഴാണ് നമ്മുടെ ജീവിതം. നമ്മളൊക്കെ ചെറുപ്പത്തിലുണ്ടായ ശീലമല്ലല്ലോ നമുക്ക് ഇപ്പോൾ ഉള്ളത്. രാവിലെ 7 മണിക്ക് കിടന്നിരുന്ന എണീറ്റിരുന്ന ആളുകളല്ലോ ഇപ്പം 5 മണിക്ക് എണീക്കുകയും എത്രയോ സമയം നമ്മൾ ട്രെയിനിങ്ങിനും പഠിക്കാനും ഒക്കെ ആയിട്ട് എത്രയോ സമയം. കോവിഡിന് മുമ്പ് ഈ സൂം എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. കോവിഡിന് ശേഷമാണ് ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ അതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കി നമ്മൾ കോവിഡിന് ശേഷം, നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയതിന് ശേഷം, ഒരുപക്ഷെ പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, സോ നമ്മുടെ ചില ശീലങ്ങളാണ് നമ്മളെ ഭാവിയെ മാറ്റുന്നത്. ശങ്കർണി സാറ് ഇവിടെ വളരെ പ്രായമുള്ള ആളൊക്കെ ഇത്രയും കാര്യങ്ങൾക്ക് അറിയുമ്പോൾ ചില ശീലങ്ങൾ മാറ്റി പിടിച്ചപ്പോഴാണ് ഒക്കെ നമുക്ക് പുതിയ മേഖലകളിൽ വെട്ടിപ്പിടിക്കാനും തല ഉയർത്തി നടക്കാനും നമുക്ക് നേട്ടങ്ങളുടെ സന്തോഷമുള്ള ഒരു നേട്ടമായിട്ട് വർഷമൊക്കെ മാറാനായിട്ട് സാധിക്കും. സോ എനിക്ക് നിങ്ങളോട് 2026 പോകുമ്പോൾ, 1, നമ്മൾ ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ട് മാറണം. 2, നമ്മുടെ ചില ശീലങ്ങളെങ്കിലും തിരുത്തി എഴുതാൻ നമ്മൾ തയ്യാറാവണം. ഓക്കെ, ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇനി, നമുക്ക് അതിലേക്ക് പോകുമ്പോൾ, നേരത്തെ ഞാൻ ചോദിച്ചു എന്താണ് എന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഒറ്റ കാര്യമാണ് ടീച്ചർ പറഞ്ഞു, എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. 2026 റീഡിസൈൻ ചെയ്യുമ്പോൾ 2025 26 വരുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ട് മാറുക, ചില ശീലങ്ങൾ മാറ്റി എഴുതാൻ നമ്മൾ തയ്യാറാവുക. അതിനോടൊപ്പം വേണ്ടതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളെല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കും. എന്തുണ്ട് നമ്മളിലുണ്ട്, നമ്മൾ എന്തുണ്ട് എന്നത് കാണുക, നമ്മുടെ കൂടെയുള്ളവരിൽ എന്തുണ്ട് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ഫാമിലിയിലായാലും കൂടെയുള്ളവരും അവരുടെ കുറ്റങ്ങളെ കാണുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ അവരിൽ എന്തുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ജീവിതം മനോഹരമാകും, നമ്മുടെ ലൈഫ് സന്തോഷമായിട്ട് മുന്നോട്ട്. റീഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് മാറുക എന്നുള്ളത്. ഇത്രയും 3 കാര്യങ്ങൾ ബേസ് ആയിട്ടുണ്ടായാൽ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എന്താ പറയുക, പിന്നെ ഒരു ആക്ഷൻ ടേക്കറായിട്ട് മാറുക, എന്താ പറയുക, ആക്ഷൻ ടേക്കറുമായിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മൾ 2025 നിന്ന് 26 കടക്കുമ്പോൾ 2025 നമ്മൾ പഠിച്ച
എത്ര സ്കില്ലുകൾ നമുക്ക് 2025 പുതിയതായിട്ട് പഠിക്കാൻ പറ്റി? 2026 നിങ്ങളൊരു ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ പേപ്പറും ഒക്കെ നമുക്ക് നോക്കാം. 2025 ഞാൻ പഠിച്ച സ്കിൽ എന്താണ്? ഇനി അതെനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ലെങ്കിൽ 2026 നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സ്കിൽ എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളൊരു പേനയും നോട്ട്ബുക്കും എഴുതി വെക്കാം. 2025 ഞാൻ പഠിച്ച സ്കിൽ എന്താണ്? ഇല്ലെങ്കിൽ ഇല്ല, കുഴപ്പമില്ല. ഒരു സ്കിൽ എഴുതിയാൽ മതി, അധികം ഒന്നും എഴുതാൻ ഞാൻ പറയുന്നില്ല. 2026 നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു മിനിമം 2 സ്കില്ലെങ്കിലും എഴുതുക. ഒരു സ്കില്ലെങ്കിലും നിങ്ങളിവിടെ പറയുക. യെസ്, ആരാണ് പറയുന്നത്? ശങ്കരൻ സാർ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഞാൻ മറ്റുള്ളവരിലേക്ക് പോവുകയാണ്. പറയൂ. ഹിപ്നോസിസം ഹെറ്ററോ ഹിപ്നോസിസ് മറ്റുള്ളവരെ ചെയ്യും. സെൽഫ് ഹിപ്നോസിസ് പഠിച്ച് ഇപ്പൊ ഹെറ്ററോ ഹിപ്നോസിസം പഠിക്കാനിരിക്കും. വേറെ ആർക്കെങ്കിലും? നല്ലൊരു ട്രെയിനറായി മാറണമെന്ന 2026 ട്രെയിനിങ്ങിൽ നല്ല ഒരു ഇതാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. താങ്ക് യു വിജി ടീച്ചർ. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ട്രെയിനറാണ്, പുതിയതായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്കില്ലിനെ കുറിച്ചൊന്ന് പറയും. സ്കില്ല് AI പഠിക്കാൻ തയ്യാറായിരിക്കും. AI. വെരി ഗുഡ്, എക്സലന്റ്, വെരി ഗുഡ്. ഫൈൻ. എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം 2026 പോകുമ്പോൾ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമ്മളെ പോലെയുള്ള ആളുകൾ, കാരണം ഇപ്പോൾ ടീച്ചർ AI കുറിച്ച് പറഞ്ഞു, തീർച്ചയായിട്ടും. കാരണം ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് എന്താ പറയാ, AI ആണ്. നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലൈഫിന്റെ ഭാഗമായിട്ട് AI മാറിക്കഴിഞ്ഞു. കറണ്ട് ബില്ല് അടയ്ക്കാൻ, ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ പൈസ അടയ്ക്കാൻ, ബസ്സിൽ പോകുമ്പോൾ KSRTC ബസ്സിൽ പൈസ അടയ്ക്കാൻ പൈസ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. മൊബൈൽ ഫോൺ നെറ്റ് കണക്ഷൻ മാത്രം ഉണ്ടായാൽ മതി. വളരെ കാലം മാറി. ഈവൻ ചെറിയ ചായക്കടയിൽ പോലും 10 റുപ്യക്ക് പോലും അടയ്ക്കാൻ ഇപ്പോൾ ജീപ്പ് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകളെ നമ്മളത് കാണണം, അത് മനസ്സിലാക്കണം. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക്, ഞാൻ അതിന്റെ ഇതിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ ഇനി ട്രെയിനിങ് രംഗത്താണെങ്കിലും ടീച്ചിങ് രംഗത്താണെങ്കിലും പ്രൊഫഷണൽ രംഗത്താണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ മനസ്സിലാക്കി അത് നമ്മൾ ആ സ്കിൽ അക്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ മസ്റ്റാണ്. അതില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ എൻ്റെ പോയിന്റ് ഒന്ന്, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ലേണിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. സാറ് ഇതിൽ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, പറയൂ സാർ. ഡെഫിനറ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, AI പഠിക്കേണ്ടത് ഡെഫിനറ്റ് ആണ്. പക്ഷെ ഇതിലും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട് ഇതില്. ഇപ്പൊ ഇന്ന് തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഒരു പുലി ഒരു ട്രെയിനിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടു. അത് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിരുന്നു. നമ്മളത് വിശ്വസിച്ചിട്ട് അത് കുറേ ആൾക്കാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതിലെ നല്ല കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളെ അഡോപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ മൊബൈല് വന്നപ്പോൾ നമ്മൾ അതിൽ 2 വശമുണ്ട്. അതിൽ നല്ല വശം അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, സമൂഹത്തിൽ പ്രൗഡ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി AI വരുമ്പോഴും ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ കഴിയണം എന്നും കൂടി ഞാൻ പറയുകയാണ്. യെസ്, താങ്ക് യു. ശരിയാണ്. കാരണം പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കോളേജൊക്കെ പഠിക്കുമ്പോൾ ചില ആൾ പറയും കത്തി 2 തരത്തിൽ ഉപയോഗിക്കാം, നല്ലതിനും ഉപയോഗിക്കാം, മോശം കാര്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് നല്ലത്. കാരണം നമുക്ക് പല ആളുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് പോകാതെ നമ്മൾ നമ്മളുടേതായ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി, ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി നമ്മളതിന് പോസിറ്റീവാണ്. കാരണം എല്ലാത്തിനും 2 സ്ഥലമുണ്ടല്ലോ. അപ്പൊ നമ്മളതിന് നല്ലതിന് ഉപയോഗിക്കുക. അത് മാത്രമേ എനിക്ക് ഈ സാറ് പറഞ്ഞതിൻ്റെ ഒപ്പം ആഡ് ചെയ്യും. സാറ് പറഞ്ഞ ശരിയാണ്, കണ്ടമാനം ചെറുപ്പക്കാർ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ശരിയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലതിനെ സപ്പോർട്ട് ചെയ്യുക, നല്ലതിനെ ചേർത്ത് പിടിക്കുക, മറ്റും നമ്മൾ കണ്ടില്ല എന്ന് അടിക്കുക. കാരണം നമുക്ക് എല്ലാത്തിനെയും നമ്മൾ മാത്രം വിചാരിച്ചാൽ മറ്റുള്ളവനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ, ഞാൻ ഈ ലേണിങ്ങിനെ കുറിച്ച് ഞാൻ നിങ്ങൾ ഏത് സ്കില്ലാണ് പഠിക്കണത് നിങ്ങളോട് എഴുതാൻ പോലും. രണ്ടാമത്തെ നിങ്ങൾ 2026 ഡിസൈൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ 2025 വായിച്ച ഒരു 2 പുസ്തകത്തിന്റെ പേര് പറയുക. ഇനി 2026 നിങ്ങൾ
വായിക്കാൻ ഉദ്ദേശിക്കുന്ന 2 പുസ്തകത്തിന്റെ പേര്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. പറയാം. 2025 എന്റെയും മൈക്കിൾ സാറിന്റെ ഒക്കെ ക്ലാസ്മേറ്റ് ആയ ഒരാൾ ആദ്യമായിട്ടൊരു കഥാസമാഹാരം ഇറക്കി, ഹിമം എന്ന് പറഞ്ഞിട്ട്. അത് വായിച്ചു. പിന്നെ നമ്മുടെ രാജശ്രീ മാഡത്തിന്റെ ആത്രേയകം വായിച്ചു. വെരി ഗുഡ്. ഓക്കെ 26 എന്ത് വായിക്കണം എന്ന് ആലോചിച്ച് തുടങ്ങിയില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ 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 വേറെ ആർക്കെങ്കിലും? സാറ് എന്താ പുസ്തകം സാറ് കാണിക്കുന്നുണ്ട്? സാറ് പുസ്തകത്തിന്റെ ടൈറ്റിൽ കവർ കാണുന്നില്ല. സാർ പറയാം, പുസ്തകത്തിന്റെ പേര് പറയാം. 100 ഗ്രീറ്റിംഗ്സ്. സാറ് മ്യൂട്ടാണ്. സോറി ഞാൻ ഡിസ്റ്റർബൻസ് വേണ്ട വിചാരിച്ചിട്ടാണ് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2025 വായിച്ച ബുക്കാണ് 100 Days to Greatness എന്നാണ് ഇതിന്റെ പേര്. ഇത് സച്ചിൻ സണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു മെന്റി എഴുതിയതാണ്. ഓക്കെ, ഞാൻ അത്ര റേറ്റ് ചെയ്തിരുന്നില്ല. ഇത് 2ാമത്തെ തവണയാണ് ഞാൻ വായിക്കുന്നത്. അത്രയും നല്ല, നമ്മുടെ ലൈഫിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. എൻ്റെ ഒരു ശിഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് 2ാമത്തെ തവണ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയും ഇതുള്ള ഒരു ബുക്കാണ്. ഒരു സാധാരണ മനുഷ്യൻ ഇതാണ്. പിന്നെ ഒന്ന് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ള ബുക്കിന്റെ അവസാനം എത്തി. ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന 2 ബുക്കിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനു മുന്നേ വേറെ കുറെ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. സാറ് 2026 ഇനി വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും പുസ്തകത്തിന്റെ പേര് സാറിന് വല്ല ഒരു ഐഡിയ? ഞാൻ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. കുറെ ബുക്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, അപ്പോഴേക്കും വേറെ ആൾക്കാർ പറയാം. ആയിക്കോട്ടെ കുഴപ്പമില്ല. സാറ് ജസ്റ്റ് ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, സിന്ധുമാ വല്ലതും പറയാൻ ആഡ് ചെയ്യാണ്ടോ? ഞാൻ ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് വായിച്ചിരുന്നു. പിന്നെ ബെന്യാമിന്റെ നിശബ്ദ സഞ്ചാരങ്ങൾ വായിച്ചു. പിന്നെ നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അങ്ങനെ കുറച്ച് ബുക്കുകൾ വായിച്ചു. പിന്നെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ബുക്ക്, ഓഥറിനെ എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പിന്നെ സൈക്കോളജി ഓഫ് മണി, അങ്ങനെ കുറച്ച് ബുക്കുകൾ വായിച്ചു. ഓക്കെ ഫൈൻ. ഞാൻ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു വലിയ ഒരു പെട്രോൾ ബ്രത്തിന്റെ കവിതയുണ്ട്. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്ക്. മലയാളം ട്രാൻസ്ലേഷനാണ്. പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. ഇന്ന് മനോഹരമായി കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ നെഞ്ചിലേറ്റ് നടന്ന ചില കവിതകളാണ്. അപ്പൊ എനിക്ക് എല്ലാവരും പറയാനുള്ളത്, മുന്നോട്ട് പോകുമ്പോൾ ആസ് എ ടീച്ചർ, ആസ് എ ട്രെയിനർ, ആസ് എ കൗൺസിലർ, ആരൊക്കെയാണെങ്കിലും ഈ രംഗത്തേക്ക് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വായന തുടർന്ന് പോകണം. കുഞ്ഞുണ്ണി മാഷൊക്കെ പറഞ്ഞല്ലോ, വായിച്ച് വളരുക എന്നുള്ള. വായിക്കാതെ വളർന്നാൽ നമുക്ക് എന്താ പറയാ, നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ചും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് വായിക്കുക. ആ വായിച്ചാൽ മാത്രം പോരാ, ആ വായിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിൽ അതിനെ വായിച്ചെടുക്കാൻ പറ്റും. ഒരു പുനർവായനയാണ് ആവശ്യം. ശരിക്കും വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. ആ വായിച്ച കാര്യങ്ങൾ വീണ്ടും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാവുന്ന രീതിയിൽ അതിനെ പുനർവായിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മനോഹരം. നമ്മളിപ്പോ ലൈഫ് ടെക്കിന്റെ ഒക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ നമുക്ക് എല്ലാ ആഴ്ചയും പുസ്തക റിവ്യൂ ഉണ്ട്. ഈവൻ പോസിറ്റീവ് കമ്പൗണ്ട് ഒക്കെ ചില വായന മത്സരത്തിൽ ദിനമൊക്കെ അനുസരിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന പുസ്തക അവതരണമുണ്ട്. ഞാനൊക്കെ അവിടെ പുസ്തകം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പുസ്തകങ്ങൾ അവതരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വായിച്ച കുറെ പുസ്തകങ്ങളുണ്ട്. ഞാൻ ദൈവത്തിന്റെ റോൾസ് വോയിസ്, പിന്നെ ദ 5 റിഗ്രറ്റ്സ് ഓഫ് ഹൈലി എഫക്ട് പീപ്പിൾ, അങ്ങനെ ഒരു 2-3 പുസ്തകങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു. ഇപ്രാവശ്യം നമുക്ക് 2-3 പുസ്തകം, അതിനും കൂടുതൽ വായിച്ച് നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുക എന്നുള്ള. അപ്പൊ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുകയെങ്കിൽ തീർച്ചയായിട്ടും മിനിമം നിങ്ങൾ 2026 ഡീഡിസൈൻ ചെയ്യുമ്പോൾ ഒരു പുസ്തകമെങ്കിലും 3 പുസ്തകങ്ങൾ വായിക്കണം. എല്ലാം ഒരുമിച്ച് വായിക്കണം എന്നില്ല. ഡെയിലി ഒരു 5 പേജോ അല്ലെങ്കിൽ ഡെയിലി ഒരു 10 പേജൊക്കെ വായിച്ച് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട്, കാരണം ഒറ്റയടിക്ക് നമുക്ക് പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റില്ല. ഡെയിലി ഒരു 10 പേജെങ്കിലും വായിച്ച് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 3-4 പുസ്തകം കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. അത് മാത്രം നമുക്ക് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും. ട്രെയിനിങ് മേഖലകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും ടീച്ചിങ്ങിലാണൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ചും അത് ചില സമയത്തൊക്കെ ചില പുസ്തകങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിനെ സെൽഫ് ഗ്രോത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നു. എന്നെ സ്വാധീനിച്ച 2-3 പുസ്തകങ്ങളാണ്. ഇക്കിഗായി, ഫിനാൻഷ്യൽ ഇതിലേക്ക് കടന്നു എന്നെ വായിച്ച 2-3 പുസ്തകങ്ങളുണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ്,
പണത്തിന്റെ സൈക്കോളജി ഒക്കെ അങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പുസ്തകം വായിക്കുക, പുസ്തകങ്ങൾ വായിക്കാതെ നമുക്ക് അപ്ഗ്രഡേഷൻ നടക്കൂല. വായിക്കുക എന്നുള്ളത് വലിയ ആവശ്യമാണ്. അപ്പോൾ 2026 ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ തയ്യാറാകുക. മിനിമം ഒരു 2 പുസ്തകമെങ്കിലും മിനിമം വായിക്കുക എന്നുള്ളതാണ്. അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് ഓക്കെ, പറയാനുള്ളത്. ഗോപാൽ സാറേ സാർ പറയൂ. പറഞ്ഞില്ല, ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞല്ലോ. ആ അപ്പൊ 22 ബുക്കാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി പറയൂ സാർ. വായിക്കാനുള്ളത്. മറ്റുള്ളവർക്ക് അത് മറ്റുള്ളവർക്ക് സാറ് തുടർന്ന് പറഞ്ഞ വായിക്കും. പോലെ ഇതുമാതിരിയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ ബുക്കുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ ഒരു ബുക്ക് തിരഞ്ഞെടുക്കുന്നതിനേക്കാളും ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആളുകൾ അനൗൺസ് ചെയ്യും ഇന്ന ബുക്ക് നല്ലതാണ്. അപ്പൊ ഞാൻ ആദ്യം വായിക്കാൻ പോകുന്ന ആറ്റോമിക് ഹാബിറ്റ്സ് ആണ്, ജെയിംസ് ക്ലിയറിന്റെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോകുമ്പോൾ എപ്പോഴും പറയും നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക്. റിലേഷൻഷിപ്പാണ്, കൂട്ടുകാരാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഫിസിക്കൽ മണിയേക്കാൾ ഏറ്റവും വലിയ കാരണം ഈ ഒരു ഈ റിലേഷൻഷിപ്പ് നെറ്റ്വർക്കാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ 2021 നിന്ന് 25 വരെ വന്നപ്പം എനിക്ക് 2021 എനിക്കുണ്ടായിരുന്ന എൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകളായി. പക്ഷെ 2021 2025 വന്നപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് വളരെ വലുതായി. ഒരു പക്ഷെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങൾ ഇത്രയും ഒരു ആളുകളെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് വിളിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വരാനും, അതൊക്കെ നെറ്റ്വർക്കിൻ്റെയും ഒരു പേഴ്സണൽ കണക്ഷൻ്റെയൊക്കെ ഭാഗമാണ്. പല ഓർഗനൈസേഷനിലും നമ്മൾ അതിൻ്റെ ചില ലീഡർഷിപ്പിലുണ്ട്, ചില ഇതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഇടം എവിടെയാണോ അവിടെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾ കൃത്യമായിട്ട് വിപുലപ്പെടുത്തണം എന്നുള്ളതാണ്. ടീച്ചിങ് മേഖലയിലോ ടീച്ചേഴ്സിന്റെ മേഖലയിലോ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയയിലോ, അല്ലെങ്കിൽ ഇപ്പൊ ശങ്കരുണ്ണി സാറൊക്കെ BNA മീറ്റിംഗ് ഇവിടെയൊക്കെ വന്നിട്ടാണ് അപ്പൊ എവിടെയൊക്കെയാണ് സാധ്യതകളുള്ളതെന്ന് തിരിച്ചറിയും. കാരണം റിലേഷൻഷിപ്പാണ്. എനിക്ക് ചില ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയിട്ടുള്ളത് പലപ്പോഴും ചില റിലേഷൻഷിപ്പിന് നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളത്. സോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടതോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒതുങ്ങിക്കൂട അപാരമായ സാധ്യതകളുള്ള, അപാരമായ കഴിവുകളുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ സ്ട്രെങ്ത്തിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ആ സ്ട്രെങ്ത്തിനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്ട്രെങ്ത് എന്താണ് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ്, നമുക്കൊരു വിഷമം ഉണ്ടായാൽ പോലും ഒരു പക്ഷേ നമ്മുടെ നെറ്റ്വർക്ക് നല്ല നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും. പിന്നെ കൂട്ടുകൂടേണ്ടത് ആരോടാന്ന് ചോദിച്ചാൽ, വൈകിട്ടെന്താ പരിപാടി എന്ന് പറയുന്ന ചില പരിപാടിയുണ്ട്, അതല്ല. നമ്മൾ കൂട്ടുകൂടേണ്ടത് നമ്മളെക്കാളും കഴിവ് കൂടുതലുള്ള അറിവുകളുള്ള, ആ രംഗത്ത് പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളോട് കൂടി ആയിരിക്കണം നമ്മളെ നെറ്റ്വർക്ക് കൂട്ടേണ്ടത്. ഞാൻ പലപ്പോഴും ശങ്കരുണ്ണി സാറിൻ്റെ അടുത്ത് ചില സംശയങ്ങളും ചില സപ്പോർട്ടും ചോദിക്കാറുണ്ട്. ഇവിടെ തന്നെയുള്ള ജോൺസൺ സാർ ഉണ്ട്, വീഡിയോയിൽ കേൾക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും സാറിൻ്റെ അടുത്ത്, എൻ്റെയും കൂടെ ഒരു ബോസായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു 10 വർഷത്തിലധികം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫിനാൻസ് മാനേജറും സാറടുത്ത് GMO ആയിരുന്നു. അപ്പോൾ പലപ്പോഴും ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ഒരു മെൻറ്ററായിട്ടൊക്കെ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് പല കാര്യം ഡിസ്കസ് ചെയ്യാറുണ്ട്. ശങ്കരുണ്ണി സാറേ, അപ്പം നമ്മളെപ്പോഴും കണക്ട് ചെയ്യേണ്ടത് നമ്മളെക്കാളും കൂടെയുള്ള, കുറച്ചും കൂടെ അറിവുകളുള്ള, വളരെ മെൻറ്ററായിട്ട് തരാവുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അത് പർപ്പസ്ഫുള്ളി ചെയ്യണം. നമ്മുടെ കൂടെയുള്ള റെസിഡൻസ് അസോസിയേഷനിലോ താഴെയുള്ള ആളുകളായിട്ട് വേണ്ട എന്നുള്ളതല്ല, വേണം. പക്ഷേ നമ്മുടെ കരിയർ ഗ്രോത്തിന് ഏറ്റവും നല്ലത് നമ്മളെക്കാളും കൂടുതൽ അറിവുകളുമായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കുക, നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. സാർ, ഇതില് ഞാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഒരാളും എല്ലാവർക്കും സംസാരിക്കാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിലിപ്പോ സാറ് എന്നെ പറയുമ്പോ BNI കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, BNIനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ ഒരുപാട് സെഷനിൽ നെറ്റ്വർക്ക് കൊടുക്കുന്ന ആളാണ്. ടോട്ട്സിലുണ്ട്, PCയിലുണ്ട്, അതുപോലെ തന്നെ ടോസ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ഹയസ്റ്റ് അവാർഡ് മേടിച്ച ആളാണ്, DTM ആണ്. അത് നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പോൾ BNIയിൽ ഞാൻ ജോയിൻ ചെയ്തു, തൃശ്ശൂർ എലൈറ്റ് ചാപ്റ്ററിലാണ്. അപ്പോൾ BNIയിൽ എനിക്ക് ഒരു വർഷത്തെ കോസ്റ്റ് വരുന്നത് 1,37,000 രൂപയാണ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയ കാരണം അതൊക്കെ കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്തുകൊണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് ചേർന്നു. പക്ഷെ അവിടുത്തെ ആ നെറ്റ്വർക്കിംഗ് രീതി, പ്രൊഫഷണലിസം, ഇതൊക്കെയാണ് എന്നെ ചേർത്തത്. പിന്നെ ഈ 137,000 എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു.
അത് ഞാൻ കവർ ചെയ്തു. അപ്പോൾ അത്രേ നോളജിന്റെ മോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറാവണം. പൈസ അവിടെ വിഷയമേ അല്ല, അത് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതുപോലെ നല്ല നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മറ്റൊന്ന്, നമ്മൾ 2025 നമുക്ക് പറ്റിയ കുറെ അബദ്ധങ്ങളുണ്ടാവും. 2025 മാത്രമല്ല, ഒരു പക്ഷെ നമ്മുടെ ലൈഫിൽ കുറെ നമ്മൾ എടുത്ത ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും, ചിലത് പാളിപ്പോയിട്ടുണ്ടാവും. മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് 2025 എനിക്ക് പറ്റിയ അബദ്ധം എന്താണ്, ആ മിസ്റ്റേക്ക് എന്താണ്, അതിനെ തിരുത്തുകയും ഒരു പക്ഷെ 25 മുമ്പ് ചിലപ്പോൾ ചെറിയ ചെറിയ പാളിച്ചകളുണ്ടാവും, പക്ഷേ അതിൽ നിന്നുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ലേൺ ഫ്രം മിസ്റ്റേക്സ്, ആ തെറ്റുകളെ തിരുത്തി 26ലേക്ക് കടക്കുമ്പോൾ ചിലതൊക്കെ മുന്നോട്ട് പോകണം. ചില ആളുകളൊക്കെ ഒരു പക്ഷെ നമുക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെ നമ്മൾ മനസ്സിൽ വിട്ടുകളഞ്ഞേക്കുക. നമ്മൾ 2026 സന്തോഷത്തോടെ പോവുക. എന്തെങ്കിലും ചില ഡിസ്കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മനസ്സിൽ വിട്ടുകളഞ്ഞ് ഒന്ന് അവനോട് നാളെ 31-ാം തീയതിയാണ്, ഒന്ന് അവനെ വിളിച്ച് പറഞ്ഞ് സോറിടാ, ഞാൻ എൻ്റെ ഒരു വിഷമം കൊണ്ടാണ് എനിക്ക് വിഷമം, പക്ഷെ 2026 പോകുമ്പോൾ നിന്നോട് ഒരു സോറി പറഞ്ഞിട്ട് വേണോടാ എനിക്ക് അടുത്ത 26ലേക്ക് പോകാൻ. അല്ലെങ്കിൽ കൂട്ടുകാരനോടോ കൂട്ടുകാരത്തിയോടോ അല്ലെങ്കിൽ സഹോദരന്മാരോടോ ആരോടാണെങ്കിലും എവിടെയെങ്കിലും ചില സൗന്ദര്യ പിണക്കങ്ങളോ ഓഫീസിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചെറിയ ചെറിയ വിട്ടുകൊടുക്കൽ കൊടുത്തുകൊണ്ട് അവരെയും കൂടി സന്തോഷിപ്പിച്ചുകൊണ്ട് 2026ലേക്ക് കടക്കുക. ലേൺ ഫ്രം മിസ്റ്റേക്സ്. അബദ്ധങ്ങളില്ലാത്തവരാരും ഉണ്ടാവില്ല, എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒന്നും, പക്ഷെ അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്. മറ്റൊന്ന്, നമ്മൾ നെറ്റ്വർക്കിന്റെ കാര്യം പറഞ്ഞാണ് കൊളാബറേഷൻ. പല ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊലാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം. കാരണം ഇനിയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൊലാബറേഷൻ്റെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഏത് ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നത്? എല്ലാ ഗവൺമെന്റുകളും, ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല, മിക്ക സ്ഥലത്തും എല്ലാം കൊലാബറേറ്റ് ചെയ്തുകൊണ്ടാണ്. കൊലാബറേറ്റ് ലേണിംഗ്, കൊലാബറേറ്റ് ടീമിങ്. നമുക്കൊരു മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു പക്ഷേ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും എന്താ പറയുക, പല ഓർഗനൈസേഷനുകൾ പല ആളുകളുമായിട്ടൊക്കെ തന്നെ ഒരു കൊളാബറേഷനോട് കൂടിയിട്ട് വേണം നമുക്ക്. അത് നമുക്കൊരു മൾട്ടിപ്പിൾ റിസൾട്ട്സ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, നമുക്ക് നമ്മളെ ഗ്രോ ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും. ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കണമെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ പറയാന്ന് വെച്ചാൽ ഡിസ്കഷൻ ഒക്കെ നിങ്ങൾക്ക് വീണ്ടും ഇന്ററാക്ട് ചെയ്യാം. ഞാൻ പക്ഷേ ചില പോയിന്റ്സുകളൊന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് വേണ്ടി ഇന്ററാക്റ്റിലേക്ക് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊലാബറേഷൻ്റെ ഒരു കാര്യം. മറ്റൊന്ന്, 2026ലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ, നമുക്ക് ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ എന്താണ് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? നമ്മുടെ ആരോഗ്യമാണ്. ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണല്ലോ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് മാത്രമേ നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും, കൊലാബറേഷൻ ആണെങ്കിലും നെറ്റ്വർക്ക് ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും, എന്താ പറയുക, നല്ലൊരു ആരോഗ്യമുള്ള മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു 30 മിനിറ്റെങ്കിലും ഡെയിലി നമ്മൾ നമ്മുടെ ശരീരത്തെ ഒന്ന് സ്നേഹിക്കുക. അതിനാവശ്യമായിട്ടുള്ള പരിപോഷിക്കാൻ ആവശ്യം ഒരു 15 മിനിറ്റ് രാവിലെയും ഒരു 15 മിനിറ്റ് വൈകിട്ട്. ഞാൻ കൂടുതൽ പറഞ്ഞില്ല, മിനിമമാണ് ഞാൻ പറഞ്ഞത്. ആരോഗ്യം ഇല്ല എങ്കിൽ നമ്മളെ ഒന്നിനും കൊള്ളൂല. എത്രയൊക്കെ സ്നേഹം ഉണ്ടെങ്കിലും വയ്യാതായി കിടന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും നോക്കാനുണ്ടാവില്ല. കുറച്ച് നാളൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒരു ഹോം നഴ്സിൽ നിർത്തി മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, 2026 നല്ല ആരോഗ്യത്തോടെ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തെ കൃത്യമായി നോക്കണം. ഒരു 30 മിനിറ്റ് എങ്കിലും എക്സസൈസിന് വേണ്ടി പോവാം. ഞാൻ ഉറങ്ങാൻ 8 മണിക്കൂർ ഉറക്കം 8 മണിക്കൂർ വിശ്രമം അങ്ങനെയൊക്കെയാണ് പറയുക. ഞാൻ പറഞ്ഞത് അത്രയും വേണ്ട, അറ്റ്ലീസ്റ്റ് 7 മണിക്കൂറെങ്കിലും മിനിമം പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ, ഒരു എബവ് 50 മേലെയുള്ള ആളുകൾ ഒരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം. സൗണ്ട് സ്ലീപ്പ് ഉറങ്ങിയിരിക്കണം. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാവിലെ കൃത്യമായിട്ട് എണീക്കാൻ പറ്റുള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ. സോ എനിക്ക് സ്വന്തം ശരീരത്തിന് ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ കുറച്ച് സമയം കൊടുത്തേ പറ്റൂ. 30 മിനിറ്റ് ഒരു ബോഡി മൂവ്മെന്റ് ഉണ്ടാവണം. 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. പിന്നെ അറിയാലോ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ചില കൺട്രോളുകൾ നോക്കി ചെയ്തു പോയാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് എനിക്ക് അടുത്തൊരു ഇതിലേക്ക് പറയാനുള്ളത്. മറ്റൊന്ന്,
നമ്മൾ എപ്പോഴും പോകുന്ന അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ നമ്മളിനി മുന്നോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളോട് പോകുമ്പോൾ ഞാൻ ഈ കരിയറിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ കുറേ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ കരിയറിന്റെ ബന്ധപ്പെട്ട് കുട്ടികളായിട്ട് എപ്പോഴും പോകാറുണ്ട്. അപ്പൊ കുട്ടികളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാവാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ അവരെപ്പോഴും പറയുന്ന ഒറ്റ കാര്യം എന്നാല് അവരോട് ഞാനൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറയും. വിഷ്വലൈസ് ചെയ്യുമ്പോൾ പല കുട്ടികളും എന്താണ് ഒരു അക്കൗണ്ടന്റ് ആവണം, ഡോക്ടർ ആവണം, നഴ്സ് ആവണം, പൈലറ്റ് ആവണം. വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് 1-2 പേര് മാത്രമാണ് ഞാൻ പലപ്പോഴും കണ്ടേക്കുന്നത് സാറേ എനിക്കൊരു എന്റർപ്രണർ ആവണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇനി എന്നുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ആയി ജീവിക്കുക എന്നുള്ളതല്ല. എംപ്ലോയി ആയി ജീവിച്ചാൽ എന്താ വിഷയം? രാവിലെ 9 മണിക്ക് പോകണം, വൈകിട്ട് 6 മണിക്ക് പോകണം, ലീവ് ചോദിക്കണം, നമുക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടാവില്ല. പിന്നെ 9 മണി തൊട്ട് ജോലി ചെയ്ത ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വരുമാനത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെ വേണ്ടാന്നുള്ളതല്ല, ജോലി ചെയ്യണം, പക്ഷേ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഒരു എന്താ പറയുക, ഒരു എംപ്ലോയി എന്ന ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു സംരംഭകനായിട്ട് മാറാൻ കഴിയുക, ഒരു എന്റർപ്രണർ ആയിട്ട് മാറാൻ കഴിയും. അതിന് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് പ്രായമൊക്കെ നമുക്ക് കിട്ടിയ കുറെ അറിവുകളുണ്ട്. ആ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റ് നമ്മളിൽ ഉണ്ടാവണം. പ്രായമായി എന്നുള്ള വിഷയമല്ല. പല ആളുകളും പ്രായമായ ഒരു കാലഘട്ടത്തിലാണ് സംരംഭത്തിലേക്കും വന്ന് ബിസിനസ് വിജയിപ്പിച്ച കണ്ടമാന ആളുകളുടെ ചരിത്രങ്ങൾ നമ്മുടെ രേഖകളിലുണ്ട്. ഞാൻ അവരുടെ പേര് ആരും എടുത്ത് പറയുന്നില്ല, കണ്ടമാന ആളുകളുണ്ട്. നമ്മൾ നമ്മുടെ മക്കളോടും പറയേണ്ടതെന്ന് വെച്ചാൽ നീ എന്തെങ്കിലും പോയി ജോലി ചെയ്യാന്നതിനപ്പുറത്തേക്ക് ഒരു എന്റർപ്രണർ മൈൻഡിലേക്ക്, എന്താ പ്രത്യേകിച്ച് ആ മൈൻഡ് സെറ്റ് തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഭയങ്കര ഉണ്ടാവും, ലാഭം ഉണ്ടാവും, ഇൻകത്തിൽ മാറ്റം ഉണ്ടാവും. ചെറിയ ചെറിയ റിസ്ക് എടുക്കാനല്ലേ, വെള്ളത്തിൽ ചാടിയാലല്ലേ നീന്തൽ പഠിക്കൂ. ലോട്ടറി എടുത്താലേ ലോട്ടറി അടിക്കൂ. റിസ്ക് എടുത്താലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കണം. കേരളം വിട്ട് പുറത്തൊന്നും പോകണം. കേരളത്തിൽ നല്ല സാധ്യതകളുണ്ട്, നമ്മൾ തിരിച്ചറിയാത്ത കാര്യം കൊണ്ടാണ്. വലിയ വലിയ സാധ്യതകൾ, പ്രത്യേകിച്ചും നല്ല രീതിയിലുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പല രീതിയിലും ചില അനുഭവങ്ങളിലൊക്കെ പറ്റ ആളുകൾ പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോഴും ബിസിനസ്സിന് അനുകൂലമായ ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ആ മാർക്കറ്റിനെ, ആ പൊട്ടൻഷ്യലുള്ള മാർക്കറ്റിനെ തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോയിട്ടുണ്ട്. ചില അപ്രതീക്ഷിത കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് പോകണ്ട, നമ്മൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചാൽ മതി. ഞാൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്റർപ്രണർ മൈൻഡ് സെറ്റിലേക്ക് നമ്മളെല്ലാവരും മാറുക എന്നുള്ളത്. എൻ്റെ ചോദ്യം, നിങ്ങൾ 2026 കടക്കുമ്പോൾ എത്ര പേര് നിങ്ങൾ എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു സംരംഭകനായിട്ട് എത്ര പേര് മാറും? നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ എഴുതാം, എന്നോട് പറയുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ടൈപ്പ് എഴുതി വയ്ക്കാം, ഞാൻ 2026 ഒരു പുതിയ സംരംഭകനായിട്ട് മാറും. എനിക്ക് കിട്ടിയ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പാഷൻ എന്താണെന്ന് തിരിച്ചറിയും. സോ ജസ്റ്റ് എംപ്ലോയി എന്ന കൺസെപ്റ്റിൽ മാറി ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. ശങ്കരമുണ്ണി സാറ് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വയസ്സായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കില്ല. സാറ് നല്ലൊരു സംരംഭകനാണ്. ഒരു കിട്ടിയ അറിവുകൾ പകർന്നു കൊടുക്കുകയാണ്. സാറ് ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനും ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഞാനും സത്യം പറഞ്ഞ ഒരു എംപ്ലോയി ആയിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം ഞാനും ഇപ്പൊ എന്താ പറയുക, ഒരു ഓൺലൈൻ, കോവിഡിന് ശേഷം ചില സാധ്യതകൾ കണ്ടു, തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഓൺലൈനിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഓൺലൈനിൽ ഞാൻ അക്കൗണ്ടിങ് മേഖലയിലാണ്, ഞാൻ ടാക്സിന്റെ കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട്. അപ്പൊ എംപ്ലോയി എന്ന് മാറി എന്റർപ്രണർഷിപ്പിലേക്ക് മാറുന്നുണ്ടായി എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ ചില വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുന്നു. സാറിന്റെ സ്റ്റുഡന്റ് ആണ് ടാക്സ് കൊച്ചി. അത് അനുഭവമുള്ള ആളുകളാണ്. ഞാൻ പറയാൻ കാരണം വെച്ചാല് എന്റർപ്രണർ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറിയേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യം നശിച്ചാൽ, നമുക്കൊരു വരുമാനം നിന്നാൽ, നമുക്കൊരു 3 മാസം ജോലിക്ക് പോകാൻ പറ്റാതായാൽ, നമുക്ക് പ്രത്യേകിച്ചും സിംഗിൾ ഇൻകത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പ്രത്യേകിച്ചും ഒരാളാണ് വീട്ടിലെ ഏണിംഗ് മെമ്പർ എന്നെങ്കിൽ. ഓക്കെ സാർ, ഞാനിവിടെ ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഇപ്പൊ സാറേ, ഞാനൊരു സംരംഭകനെ പറഞ്ഞല്ലോ, അത് എൻ്റെ ഫാമിലി ബിസിനസ്സാണ്. 99 തുടങ്ങിയതാണ് ബ്രദേഴ്സായിട്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ബിസിനസ്സാണ്. അതിനുശേഷം ഞാൻ 2022 റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം എൻ്റെ ഒരു ഏജൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, അറൗണ്ട് 64 ദാറ്റ് ടൈം. ഞാൻ മയൂര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി തുടങ്ങി, 6 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഷെയർഖാന്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ട് 1 മാസമായിട്ട് ഞാൻ അതിൻ്റെ
തിരക്കിലാണ്, ഫ്രാഞ്ചൈസി എടുത്തിട്ട് അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ 32 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ എക്സ്പെർട്ടീസും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോ വേണമെങ്കിലും നമുക്ക് ഒരു സംരംഭകനാവാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. എൻ്റെ റിട്ടയർമെന്റ് ലൈഫിൽ അറൗണ്ട് 64 ഇയേഴ്സിലാണ് ഞാൻ അതൊക്കെ തുടങ്ങിയത്. ഇപ്പൊ ഈ ട്രെയിനിങ് ഒക്കെ ഏകദേശം ആ കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനിയും അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നതിന്റെ ഒരു ഫുൾ പ്രൂഫാണ് ശങ്കരുണ്ണി സാർ. മറ്റൊന്ന് എനിക്ക് നമ്മളോട് പറയാനുള്ളത്, 2026ലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഇക്കിഗായി എന്ന പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലായത്. ഞാനൊക്കെ ഈ പുസ്തക വായന തുടങ്ങി ശരിക്കും പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന സമയത്തിന് ശേഷം പിന്നെ പുസ്തക വായനയ്ക്ക് കൂടുതൽ കുറച്ച് വന്നത് ഈ 2021 ശേഷം ട്രെയിനിങ് മേഖല കടന്നു വന്നപ്പോഴാണ്. എൻജോയ്, നമ്മുടെ എല്ലാ ബർത്ത്ഡേയും ആഘോഷിക്കണം എന്നുള്ളതാണ്. എൻജോയ് ചെയ്യണം. ഇക്കിഗായി പറഞ്ഞ പുസ്തകങ്ങൾ പറ്റുമെങ്കിൽ വായിക്കണം. വലിയൊരു തോട്ട് പ്രോസസ് തരുന്നൊരു പുസ്തകമാണ്. എൻജോയ് ചെയ്യാന്നുള്ളത് വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ 2025 നിങ്ങൾ ടൂറ് പോയ ഒരു 3 ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊപ്പം നിങ്ങളുടെ ഫാമിലി ആയിട്ടോ മറ്റുള്ളവരായിട്ടോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഷെയർ ചെയ്യാൻ പറ്റുമോ പ്ലീസ്? യൂറോപ്പ്. ഞാൻ യൂറോപ്പിൽ പോയിരുന്നു. എവിടെയാ ടീച്ചറെ? എവിടെയാണ്? യൂറോപ്പ്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും? വത്തിക്കാൻ സിറ്റി, ഫ്രാൻസ്, പാരീസ്, ഇവിടെ എല്ലാം പോയി. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. 2026 നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന 2 ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റുമോ? വേറെ ആർക്കെങ്കിലും? ടീച്ചർക്കും പറയാട്ടോ. വലിയ മലേഷ്യ കാണാൻ കേരളത്തിൽ നിന്ന് പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. 2025 ഇപ്പം ഡിഗ്രി ബാച്ച് എനിക്ക് അവിടെ ഗസ്റ്റ് വന്നപ്പോ പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്താ, സോറി സാറേ. ഞാൻ 2025 ഞങ്ങളുടെ ഡിഗ്രി ബാച്ച് 89 ബാച്ചുമായിട്ട് ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ വാഗമണ്ണ് നടത്തി. വളരെ പോസിറ്റീവ് എനർജി എല്ലാവർക്കും ഉണ്ടായി. ഇനി 26 മലേഷ്യ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. ഗ്രേറ്റ് ഗ്രേറ്റ്. ഇനി നമുക്ക് ചെറിയ ഒരു 1 ഡേ ട്രിപ്പ് ഒക്കെ പോയാൽ പറ്റാവുന്ന കൊണ്ടമാന സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലുണ്ട്. നമ്മളെല്ലാവരും ഊട്ടി കൊടൈക്കനാലാണ് എപ്പോഴും വരുന്ന, കന്യാകുമാരി. കേരളത്തിൽ തന്നെ ഒരു ദിവസം പോയി അല്ലെങ്കിൽ 2 ദിവസമൊക്കെ പോയാൽ തിരിച്ചു വരാൻ നല്ല മനോഹരമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ബഡ്ജറ്റൊക്കെ അനുസരിച്ച് വേണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പറയുന്നു, നമ്മൾ ടൂറ് പോയി ഒരു പ്രകൃതിയുമായി ഇടപഴകി ഒരു എനർജി ക്രിയേറ്റ് ചെയ്ത് തിരിച്ചു വരണം എന്നുള്ളത്. അത് റീചാർജ് ആണ്. ശരിക്കും പറഞ്ഞാൽ റീചാർജ് ഉണ്ടാവണം. ഞാൻ കഴിഞ്ഞ വർഷം 2025 ഞങ്ങൾ ഡൽഹിയിൽ പോയി. ഞാൻ 10-30 വർഷം മുമ്പാണ് ഡൽഹിയിൽ ഉണ്ടായത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചിവിടെ വരുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഫാമിലി ആയിട്ട് ഡൽഹിയൊക്കെ പോയി, ആഗ്രഹമൊക്കെ കറങ്ങി തിരിച്ചു വന്നു. ചെന്നൈയിൽ പോയി, ലോക്കൽ പോയി. ഞാൻ പറഞ്ഞ ആ യാത്രകളൊക്കെ ഇപ്പോൾ 30 വർഷം മുമ്പുണ്ടായ യാത്ര ഇപ്പോൾ യാത്രയൊക്കെ നോക്കും ഭയങ്കര മനോഹരമായിട്ട്, അതൊക്കെ ലൈഫിന് എനർജി കിട്ടുന്ന ചില ഓർമ്മകളും മുഹൂർത്തങ്ങളായിട്ട് മാറും. ജീവിതത്തിൽ ചില മുഹൂർത്തങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ തന്നെ പോകണം. സോ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം, 2026 നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന 3 ഡെസ്റ്റിനേഷൻ. എന്നോട് പറയണമെന്നില്ല, ഇതൊക്കെ നിങ്ങൾക്ക് റീഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പോകുന്ന 3 സ്ഥലങ്ങൾ, 3 ഡെസ്റ്റിനേഷൻസ് നിങ്ങൾക്ക്. മറ്റൊന്ന്, അടുത്ത ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ സെൽഫ് ഗ്രോത്തിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നവരായിട്ടും കൂടി നമുക്ക് മാറാൻ പറ്റണം. ഒരു ട്രെയിനർ ആണെങ്കിലും ടീച്ചറാണെങ്കിലും കൗൺസിലർ ആണെങ്കിലും ഒരു സംരംഭകനാണെങ്കിലൊക്കെ തന്നെ മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ 2025 ഞങ്ങൾ പോസിറ്റീവ് കമ്മ്യൂണിൻ എന്ന ഭാഗമായിട്ട് ഞങ്ങൾ തൃശ്ശൂർ ഞങ്ങൾ കോലാമ്പ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറുടെ 3 സഹോദരന്മാർ ഓട്ടിസം ബാധിച്ചിട്ട് അവർ രണ്ടുപേരും വെച്ച് ആ ഒരു സ്ഥലത്തൊരു കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ആഘോഷം എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് പോയതാണ്. അപ്പോൾ അതിനുവേണ്ടി ടീച്ചറായിട്ട് കാണാൻ സംസാരിക്കാൻ പോയപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നാമതിൽ ഇത്തരം സ്ഥാപനങ്ങൾക്കൊന്നും ഈ ഗവൺമെന്റ് ഗ്രാൻഡോ മറ്റു കാര്യങ്ങൾ നാട്ടുകാരും അഭ്യുദയകാംക്ഷനും കൊടുക്കുന്നതാണ്. പക്ഷെ അവിടെ പോയപ്പോഴാണ് നമ്മളൊക്കെ മനസ്സിലാന്ന് വെച്ചാൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്.
നമുക്ക് ശരീരത്തിനോ നമ്മുടെ മനസ്സിനോ നമ്മുടെ കയ്യിനും കാലിനും യാതൊരു തകർച്ചയോ യാതൊരു വിഷയവുമില്ല. അവിടെ പോയപ്പോൾ അവരെ നോക്കി നമ്മൾ കാണുമ്പോഴാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരും എത്രയോ സുഹൃതം ചെയ്തവരാണെന്ന് തിരിച്ചറിയുന്നത്. എനിക്കൊക്കെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മുടെ മക്കളെ ഓർത്തോ കുടുംബമൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇത്തരം ചില സ്ഥാപനങ്ങൾ. ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അസൈൻമെന്റ് 3-4 സ്ഥലങ്ങളിൽ ചില കേന്ദ്രങ്ങൾ. ഞങ്ങൾ പാലയിലുള്ള ഒരു സ്നേഹക്കൂട് പോകേണ്ടതാണ്. അവിടെ വയസ്സായ ആളുകൾ നടതള്ളുന്ന അല്ലെങ്കിൽ വീട്ടിൽ ചില സാമ്പത്തികമൊക്കെ ഉണ്ടായിട്ട് പോലും പക്ഷെ നടതള്ളുന്ന കുറെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന കണ്ടമാന സ്ഥാപനമാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു. സ്നേഹക്കൂടിൽ പോയപ്പോൾ സത്യം പറഞ്ഞ മനസ്സിന്റെ ഉള്ളലിഞ്ഞു. എത്രയോ ആളുകളാണ് അവരുടെ ചെറുപ്പകാലത്തൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നെങ്കിൽ ഒരു വയസ്സായപ്പോൾ നോക്കാൻ ആരുമില്ലാതെ നടതള്ളിക്കൊണ്ട് പിന്നെ അവരവസാനം ഈ സ്നേഹക്കൂടിലേക്ക് തിരിച്ചു വരികയുണ്ടായി. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വെച്ചാൽ ഈ അമ്മ എന്ന് പറയുന്ന അവിടെ തന്നെ അവർ ടീച്ചർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ മക്കള് ഒക്കെ ചെറിയ ചെറിയ ഫാമിലി, ഈ 2 പേർക്കും അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ഒരു ഓട്ടിസം വന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും എന്താ പറയുക ജോലിക്ക് പോകാൻ പറ്റില്ല. ഈ മക്കളെ ചേർത്ത് നോക്കണ്ടേ. അപ്പൊ അവർ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് പോവുക. അപ്പൊ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റും. അവർക്കും കൂടി വരുമാനം സഹായിക്കുന്ന ടീച്ചർ ചെയ്യും. അപ്പൊ അവിടെ കൂടിയപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം, അവിടെ ഒരു പയ്യനുണ്ട്, നന്നായിട്ട് ചെണ്ട കൊട്ടുന്ന ഒരു പയ്യനുണ്ട്. അപ്പൊ അവന് ചെണ്ട കൊട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കറിയില്ല. അപ്പം ഞങ്ങൾ ആ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ പോകുന്നതിന് മുമ്പാണ് ടീച്ചറെ കാണാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു ഭാഗമായിട്ട് പോയതാണ് ഞങ്ങൾ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ചെണ്ട കിട്ടിയില്ല, പലരോടും ചോദിച്ചു കിട്ടിയില്ല. അപ്പോൾ പൊതുവെ ഞാൻ തിരിച്ചു വന്നപ്പോൾ മനസ്സിൽ ഓക്കെ, ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം അവൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നമ്മുടെ ഒരു ചുമതലയല്ലേ, നമ്മുടെ ഒരു ഉത്തരവാദിത്തമല്ലേ. ഞാൻ പതുക്കെ പരിചയം 1-2 പേരെ വിളിച്ചു ചോദിച്ചു ചെണ്ട കിട്ടാൻ എന്താണ് അവിടെ, എത്രയാണ് കോസ്റ്റ്, അങ്ങനെ ചോദിച്ചു. ചെണ്ടയുടെ കോസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് അത്രയും പൈസ നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റാത്ത കാര്യം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ തന്നെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ അത് കുഴപ്പമില്ല ഞാൻ തരാം. അങ്ങനെ മനസ്സുണ്ടെങ്കിൽ വേണമെങ്കിൽ ചക്ക വേരിലും കാക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ അവിടെ കൂടിയപ്പോൾ ആ പയ്യന് ചെണ്ട കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ആ ക്രിസ്മസ് ആഘോഷിച്ചത്. അവൻ ആ ചെണ്ട കിട്ടിയപ്പോഴുള്ള സന്തോഷം ഭയങ്കര രസമാണ്. ഞാനതിൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. വളരെ മനോഹരമായി കിട്ടിയിട്ടുള്ള അവൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ നാളെ പോയപ്പോൾ വെച്ചാൽ മനോഹരമായിട്ട് കൊടുക്കും. ചെണ്ട നന്നായിട്ട് കൊട്ടാൻ അറിയാം, പക്ഷെ ചെണ്ടയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എമ്പതി, മറ്റുള്ളവൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് മാറണം. വലിയ വലിയ കാരണം ഇനി നമുക്ക് പറ്റിയില്ലെങ്കിൽ തന്നെ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. സോ എമ്പതി ഉള്ളവരായിട്ട് മാറണം. പലപ്പോഴും നമ്മൾ ചില ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കണം, ചില കൗൺസിലിംഗ് ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കണം, ചില ആളുകൾക്ക് സഹായിക്കേണ്ടി വരും. നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ചില ആൾക്ക് ഫ്രീ ആയിട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഞാനതങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ GST ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ 1-2 പേരെയൊക്കെ പലപ്പോഴും നമ്മൾ അവരുടെ ഫീസിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫീസ് ഒട്ടും വാങ്ങിക്കാതെയോ അല്ലെങ്കിൽ 50% ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ അറിവുകൾ എല്ലാം പൈസയോട് കൂടി മാത്രമല്ല, എമ്പതി ഉള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ്. കാലം എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചു തരും. എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ, എല്ലാം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആരും ഈ ഭൂമുഖത്ത് ആരും വന്നിട്ടില്ല. പക്ഷെ എമ്പതി ഉള്ളവനായിട്ട് മാറുക എന്നുള്ളത്. സോ നിങ്ങൾ അടുത്ത വർഷം 2026 ഡിസൈൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല 2 കാര്യം എമ്പതി ഉള്ളവനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കുറിച്ച് വെക്കുക. ഞാനൊന്നും ഷെയർ ചെയ്യാൻ പറയുന്നില്ല, കാരണം കമ്മിറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. ആക്ഷൻ ടേക്കേഴ്സായിട്ട് മാറുമ്പോൾ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. സോ എമ്പതിയുള്ളവരെ മാറുമ്പോൾ ഇനി ഏറ്റവും അവസാനം അല്ലെങ്കിൽ 1-2 കാര്യം കൂടി സൂചിപ്പിച്ച് 2 കാര്യം സൂചിച്ച് നമുക്ക് ഞാൻ ഡിസ്കഷനിലേക്ക് വരാം. എൻജോയ്മെന്റിന്റെ കാര്യം പറഞ്ഞു, ടൂറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മളെല്ലാവരും ഒരു എന്താ പറയാ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നവരല്ലേ. ഞാൻ പൊതുവെ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ, ഞാൻ പൊതുവെ സെഷൻ എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീടിന്റെ ആധാരം നിങ്ങളുടെ വീട്ടിലാണോ ഇരിക്കുന്നത് അതോ നിങ്ങളുടെ ഏതെങ്കിലും ബാങ്കിന്റെ ലോക്കറിലാണോ ഇരിക്കുന്നത്? ചില ആളുകൾക്ക് അത് ആവശ്യമില്ല, ലോൺ എടുക്കേണ്ടി വരും. പക്ഷെ നമ്മളെല്ലാവരും ഇപ്പൊ പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവം, നമ്മൾ EMI എന്ന ഒരെണ്ണത്തിന്റെ ഒരു കെണിയിൽ പെട്ടുകൊണ്ടിരിക്കുക. ഹൗസിംഗ് ലോൺ ആയിരിക്കാം, വെഹിക്കിൾ ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന്റെ EMI ആയിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ EMI ആയിരിക്കാം,
ഇപ്പൊ എന്തിനു പോയാലും കടയിൽ പോയാൽ അവർ പറയും സാറേ നിങ്ങളുടെ പാൻ കാർഡും ഒരു ആധാർ കാർഡും മാത്രം മതി, ബാക്കി ലോൺ തരാം. നമ്മളൊക്കെ ട്രാപ്പിൽ പെടുകയും അത് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റാതെയൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് അതിന്റെ EMI ഡ്യൂസ് ഒക്കെ മുടങ്ങുമ്പോൾ നമ്മൾ EMI വാങ്ങിച്ച ആ സാധനം വാങ്ങിച്ച സന്തോഷത്തേക്കാണ് കൂടുതൽ ആ സന്തോഷം മാറി സ്ട്രെസ്സിലേക്ക് മാറിപ്പോവുക. കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൃത്യമായിട്ട് ഉണ്ടാവണം. ഞാനത് പറയാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വരവ് ചെലവുകൾ എഴുതി വെക്കണം, നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവണം. മാത്രമല്ല ഞാൻ അതിന് 3M എന്ന് പറയും. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം, ജോലിക്ക് പോയാലല്ലേ പൈസ ഉണ്ടാവും, അത് പ്രൊഫഷൻ ആവാം. അപ്പൊ ജോലിക്ക് പോകണം, വരുമാനം ഉണ്ടാവണം. അത് നിങ്ങൾ എങ്ങനെ വരുമാനം, നമ്മുടെ എത്തിക്സ് അനുസരിച്ച് ജോലി ചെയ്തിട്ടോ പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ കമ്മീഷനായിട്ടോ ഏതെങ്കിലും തരത്തിൽ വരുമാനം ഉണ്ടാവണം. ആ വരുമാനത്തിന് ഒപ്പം തന്നെ ചെലവ് നമുക്കുണ്ട്. ചെലവിനെ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, ചെലവിനെ കുറയ്ക്കുക എന്നുള്ളതല്ല, ചെലവിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കിട്ടിയ പൈസയെ എങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ട് ആ പൈസയെ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാന്ന് പഠിക്കണം. നമ്മളെ പലപ്പോഴും ആരും ഇത് പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എന്താ പറയാ, കടം പേടിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? 10 8 കുറയ്ക്കുമ്പോൾ 8 0 നോക്കുമ്പോൾ 2 പേടിക്കുക, കടം പേടിക്കാൻ പഠിപ്പിക്കുകയും ആ 2 അങ്ങനെ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ശരിയാണോ സിന്ധു ടീച്ചറെ? ശരിയാ. ആ, ജീവിതത്തിൽ ആദ്യം നമ്മൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ കടം മേടിക്കാൻ പഠിപ്പിക്കുകയും, പക്ഷെ കടം തിരിച്ചു കൊടുക്കണം നമ്മൾ ആരും പഠിപ്പിച്ചില്ല. ഈ കടം തിരിച്ചു കൊടുക്കണം എന്നൊക്കെ നമുക്ക് വരുന്നത് എപ്പോഴാണ്, നമ്മളൊരു ഫാമിലി ലൈഫിലേക്ക് അല്ലെങ്കിൽ കടന്നു വരുമ്പോഴാണ് ഈ പൈസയുടെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് പണം, ഇത് സത്യം സ്കൂൾ സിലബസിൽ ഇല്ല. സ്കൂൾ സിലബസിൽ വേണ്ട ഒരു കാര്യമാണ് പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാറ്. ഒരു പക്ഷെ നമ്മളൊക്കെ ഇനി നമ്മൾ 2026 പോകുമ്പോൾ നമ്മൾ നമ്മളുടെ വരവ് ചെലവുകളെ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുകയും കടങ്ങൾ അതിന്റെ പലിശ കൊടുക്കുന്നതിനൊക്കെ കുറച്ചുകൊണ്ട് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഹാപ്പിനെസ് ആയിട്ട് പോകണമെങ്കിൽ, അല്ലേ, നമുക്ക് ഹാപ്പിനെസ് ആണ് വേണ്ടത്. അപ്പൊ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ പൈസ എല്ലാ മാസം 30-ാം തീയതി ആകുമ്പോൾ കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ 1-ാം തീയതി കിട്ടുകയും ചിലപ്പോൾ 7-ാം തീയതി കിട്ടുന്നുണ്ടാവുക, 15-ാം തീയതി ആകുമ്പോഴേക്കും കടന്നു പോകും. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് ആർക്കും പറ്റില്ല. പിന്നെ മാത്രമല്ല കിട്ടിയ പൈസയെ പ്രൊട്ടക്ട് ചെയ്യാനും പഠിക്കണം. ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. ഞാൻ അതിന്റെ ഇന്നതാണെന്നും പറയില്ല, പക്ഷെ കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. കൃത്യമായ പൈസയെ കൈകാര്യം ചെയ്യാൻ എങ്ങനെയായിട്ട് പഠിക്കണം. ഒരു കാര്യം ഞാൻ പറയുകയാണ്, നമുക്ക് അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണും, ശരിയല്ലേ? ഒരു ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയം വന്നാൽ, ഡിസ്പ്യൂട്ട്സ് വന്നാൽ നമ്മൾ വക്കീലിനെ കാണും. എന്റെ ചോദ്യം, നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ നമ്മൾ ആരോടാണ് പറയുക? നമ്മൾ ആരോടെങ്കിലും പറയും, ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യും. ഒരു വെൽത്ത് ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകൾ ഡിസ്കസ് ചെയ്യും. വീട്ടിൽ പോലും സ്വന്തം കുടുംബത്തിലെ ആളുകളോട് പറയുമ്പോൾ പറയാൻ നമുക്ക് പേടിയാ പലപ്പോഴും. കാരണം വഴക്ക് പറയുമെന്നൊക്കെ പേടിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നവരുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് പോയി എങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ പൈസ മൾട്ടിപ്പിൾ ചെയ്യണം, എങ്ങനെ പൈസ സേവ് ചെയ്യണം, എങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒരു നല്ലൊരു ഫിനാൻഷ്യൽ വെൽത്ത് അഡ്വൈസറുടെ അഡ്വൈസ് നിങ്ങൾ എടുക്കണം. നല്ല ആളുകളുടെ ഇഷ്ടമാതിരി. സോ എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, ഞാൻ പറയാം ഫിനാൻഷ്യൽ ഫിറ്റ്നസ് ഉണ്ടാവണം പറയാം. ഞാൻ നേരത്തെ എക്സസൈസിനൊക്കെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവണം. ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പറ്റുമെങ്കിൽ എല്ലാവരും വീഡിയോയിലേക്കൊക്കെ വന്നാൽ നമുക്കൊന്ന് സന്തോഷത്തോടെ നിങ്ങൾ ചിരിക്കുന്ന മുഖങ്ങളൊന്ന് കണ്ടാൽ എനിക്ക് വലിയ സന്തോഷമായി. മറ്റാവരും ഒന്ന് വന്നാൽ നിങ്ങൾ ചിരിക്കുന്ന മുഖം കൂടി കണ്ടാൽ എനിക്ക് അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഒരു ചിരിക്കുന്ന മുഖവുമായി മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കണം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സന്തോഷം പകർന്നു കൊടുക്കുന്ന, പുഞ്ചിരി പകർന്നു കൊടുക്കുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭാഗത്ത് സ്ട്രെസ് വരുമ്പോൾ പുഞ്ചിരി ഉണ്ടാവില്ല. സോ എല്ലാവരും നല്ല പുഞ്ചിരിയുള്ള, നല്ല സ്മൈലിംഗ് ഫേസ്, അത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും റോഡിലിറങ്ങിയാലും എല്ലാവരുടെ അടുത്തും ഒരു പുഞ്ചിരിക്കുന്ന, നല്ല പുഞ്ചിരി പകർന്നു കൊടുക്കുന്ന നല്ല ആളുകളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തുന്ന പുഞ്ചിരി കൊടുത്തുകൊണ്ട് നല്ല ആളുകളായിട്ട് മാറാൻ കഴിയുന്നത്. എനിക്ക് ഇത്രയാണ് നിങ്ങളോട് ഈ ഒരു ബന്ധത്തിൽ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഞാൻ ഈ സമയം എടുക്കുന്നില്ല. ഒരു പക്ഷേ 2026 നിങ്ങൾ കൃത്യമായ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റും 2025-നേക്കാളും മനോഹരമായിട്ട് 2026 പ്ലാൻ ചെയ്യാൻ പറ്റും.
ഞാൻ 2025 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പല ന്യൂ സ്കിൽസ്, ഞാനിപ്പോൾ AI-യുടെ ഒരു കോഴ്സ് ചേർന്നിട്ടുണ്ട്. ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫ് കൗൺസിലിംഗ് പഠിച്ചു കഴിഞ്ഞ ഫെബ്രുവരി MG യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പം ഞാൻ AI പഠിക്കുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഞാൻ എന്താ പറയുക, ഒരു സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷനിൽ അതൊരു സ്കില്ലാണ്. ഞാൻ കോമ്പറ്റീഷൻ പങ്കെടുക്കുകയും ഞാൻ പ്രൈസിന് വിന്നറുമായി. വേൾഡ് റെക്കോർഡ് യൂണിയന്റെ ഒരു ട്രെയിനിങ് കോമ്പറ്റീഷൻ ഞാൻ പങ്കെടുത്തുകൊണ്ട് അവിടെ എനിക്കൊരു വേൾഡ് റെക്കോർഡ് യൂണിയന്റെ ഹോൾഡർ കിട്ടി. 2025 ഇതൊക്കെ ഞാൻ പറയാം, നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ മുന്നിട്ടിറങ്ങുകയും അത് നേടണമെന്ന ആഗ്രഹത്തോട് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് സാധിച്ചുവെങ്കിൽ, 62 വയസ്സായി എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്നേക്കാളും ശങ്കരൻ സാറാണ് ഒരു പക്ഷേ എന്നേക്കാളും കൂടുതൽ പ്രായമുള്ള ഒരാൾ, പിന്നെ ജോൺസൺ സാറുണ്ട്, 1-2 പേര് ഒഴിച്ചാൽ ബാക്കി നിങ്ങൾക്കൊക്കെ പറ്റാവുന്ന ഒരു കാര്യമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. ഞാനിവിടെ നിങ്ങളുടെ ഒരു പവർ പോയിന്റോ ഒരു PPTയോ അല്ലെങ്കിൽ വീഡിയോ കാണിക്കാതെ നിങ്ങളോട് ഇത്രയും നേരം നേരിട്ട് സംസാരിക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് പവർ പോയിന്റ് ഉണ്ട് ഞാൻ കാണിക്കാതിരുന്നത്. കാരണം അപ്പം എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ പറ്റില്ല, നിങ്ങളുടെ ഫേസ് കാണാൻ പറ്റില്ല. സോ എനിക്ക് ഇത്രേ പറയുള്ളൂ, നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. നിങ്ങളുടെ കൂട്ടിച്ചേർക്കലും കൂടി വരുമ്പോഴാണ് ഈ സെഷൻ കുറച്ചും കൂടി മനോഹരമാകുന്നത്. സോ 2026 മനോഹരമാക്കാൻ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞേ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്തായിരിക്കും നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു കാര്യം, ഒരു വർഷത്തെ പ്ലാനിലേക്ക് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ അടുത്തൊരു 3 മാസം, ഒരു 90 ഡേയ്സിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. ഒന്ന് എഴുതി വെക്കുക, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. അടുത്ത 90 ദിവസത്തിനുള്ളിൽ ഞാൻ പഠിക്കാൻ പോകുന്ന ഒരു സ്കില്ലൊന്ന് എഴുതി വെക്കും. അടുത്ത 90 ദിവസത്തിനുള്ളിൽ ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേര് എഴുതുക. അടുത്ത 90 ദിവസത്തിനുള്ളിൽ ഇതുവരെ എനിക്ക് ചിലപ്പോൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശീലം, ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഒരു ശീലം മാറിയില്ലെങ്കിൽ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഒരു ശീലം, ഒരു പക്ഷേ ദേഷ്യമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം, ഒരു ശീലം. ആ എന്ത് ശീലമാണ് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, അത് 90 ദിവസം മാറ്റണം. ആ ശീലത്തിന്റെ എഴുതുക, മാറ്റാൻ ഉദ്ദേശിച്ച ശീലം. മറ്റൊന്ന്, നിങ്ങൾ എന്താണ് ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി കൊടുക്കാൻ പോകുന്ന ഒരു റൂട്ടീൻ എക്സസൈസ്, അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സസൈസ്, റൂട്ടീൻ എക്സസൈസ് എന്താണ് നമ്മൾ 90 ദിവസത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന റൂട്ടീൻ എക്സസൈസ്. മറ്റൊന്ന്, നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അങ്ങനെ എന്തെങ്കിലും കാര്യം മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കാൻ വേണ്ടി, ഒരു എനർജി കിട്ടാൻ വേണ്ടി, റിജുനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക. മറ്റൊന്ന്, നിങ്ങൾ അടുത്ത 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേര് എഴുതി വെക്കുക. ഇത് നിങ്ങളൊരു A4 ഷീറ്റിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ കിടക്കുന്ന മുറിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അത് കാണുന്ന രീതിയിൽ എഴുതി വെക്കുകയും അത് ഓരോന്നും കഴിയുമ്പോൾ നിങ്ങൾ വെട്ടി പിന്നെ അടുത്ത 90 ഡേയ്സിന് പ്ലാൻ ചെയ്യും. ആർ യു റെഡി? വലിയ കാര്യങ്ങൾ വേണ്ട. 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ദിവസം ഒരു സ്കിൽ എന്താണ്, ഒരു ബുക്ക് വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേര്, ഒരു ശീലം എന്തായിരിക്കണം, ഒരു റൂട്ടീൻ എക്സസൈസ് എന്താ ആഡ് ചെയ്യും, ഒരു നിങ്ങളെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്, എന്ത് യോഗ തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ദെൻ ഒരു പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം, അത് കുടുംബമായിട്ടൊക്കെ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഞാൻ പറയുന്നു 2026 ഫസ്റ്റ് ക്വാർട്ടർ ഗംഭീരമാകും. തുടക്കം ഗംഭീരമായാൽ ഒടുക്കവും ഗംഭീരമാകും. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യാണ്. ഒന്ന്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, ലേൺ ഫ്രം മിസ്റ്റേക്സ്, തെറ്റുകളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോവുക. ദെൻ 2 പുസ്തകങ്ങൾ വായിക്കുക. ദെൻ കൊളാബറേഷൻ, എക്സസൈസ്, എൻജോയ്മെന്റ്, എംപതി, ഫിനാൻഷ്യൽ ഫിറ്റ്നസ്, ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റ്. ഫൈനലി ഒരു ചിരിക്കുന്ന മുഖവുമായിട്ട് നമുക്ക് 2026 വരവേൽക്കാം. അത് 2026 വിട പറയുമ്പോഴും എപ്പോഴും ചിരിക്കുന്ന മുഖം. നമുക്ക് ചില സങ്കടങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, സങ്കടങ്ങളുണ്ട് പക്ഷെ പരാതികളില്ല. എൻ്റെ ഗോപാലകൃഷ്ണൻ വെള്ളയത്തിന് നോക്കി ഇൻസ്റ്റയിൽ നോക്കിയാൽ സങ്കടങ്ങളുണ്ട് പക്ഷെ പരാതികളില്ല. ഞാൻ നേട്ടത്തിന്റെ നേർവഴിയിലാണ് സഞ്ചരിക്കുന്നത്, പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. സോ വിത്ത് ദീസ് വേർഡ്സ് നിങ്ങൾക്കും പറയാനുള്ള കേൾക്കാം. ജസ്റ്റ് 9:17 10-15 മിനിറ്റ് കൂടി ഡിസ്കഷനിലേക്ക് പോവാം. ഈ 2026 പുതിയ വർഷം നിങ്ങൾക്ക് മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ ചില ഫീഡ്ബാക്കിനും ഇതിനെ കൂട്ടിച്ചേർക്കാനും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ടു ദ ഫ്ലോർ. താങ്ക് യു.
സാർ പറഞ്ഞോട്ടെ. യെസ്, പറയൂ പറയൂ. ആ സാറിന്റെ ക്ലാസ് എനിക്ക് മനസ്സിലായത് ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയും അതുപോലെ തന്നെ അർപ്പണബോധമുള്ള ഒരു സാമൂഹ്യ സേവനവും നല്ല ഗാഢമായ സൗഹൃദം മനോഹരമായ പുഞ്ചിരിയും നിലനിർത്തണം. അതിന് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം വരുമാനം തന്നെയാണ്. നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മൾക്ക് കഴിയും. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് എന്തോ അത് നേടാൻ നമുക്ക് കഴിയും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ 2011 മാർച്ച് 10 ഒരു പേപ്പറിൽ എഴുതി വെച്ചു, മുതലമട സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ജൂനിയർ ക്ലർക്ക് സുജാത എസ് എന്ന്. 2012 മാർച്ച് 20 ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ അതിന് താഴെ ഞാൻ ഒരു വീട് വരച്ചു, അതിന്റെ താഴെ ഒരു കാറ് വരച്ചു. ഇത് മൂന്നും 19 ഞാൻ വീടിരുന്നു, 22 ഞാൻ കാറ് വാങ്ങിച്ചു. ഇത് നമ്മളെ ലക്ഷ്യബോധത്തോടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും എന്നെനിക്ക് ഉത്തമ ബോധമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛനെയും അമ്മയെയും എനിക്ക് എൻ്റെ കൂടെ നിർത്തണം എന്നുള്ളത് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരിക്കലും എൻ്റെ അച്ഛനോ അമ്മയോ ഒരു മോളുടെ വീട്ടിൽ വന്നിരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവർക്ക് അവര് സ്വന്തമായിട്ട് അച്ഛനും അമ്മയും തനിയെ ഒരു വീട്ടിലാണ്, ആൺമക്കളൊക്കെ ജോലി സ്ഥലത്താണ്. പക്ഷെ എൻ്റെ അതിയായ ആഗ്രഹമാണെങ്കിലും ഞാൻ വിളിച്ചാൽ പോലും അവർ വരില്ലായിരുന്നു. പക്ഷെ ഈ 2024 സെപ്റ്റംബറിൽ ഒരു 18 ദിവസം എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് നിന്നു, അച്ഛനും അമ്മയും കൂടെ. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന അമ്മ 18-ാം ദിവസം രാത്രി കിടന്നു, 19-ാം ദിവസം അമ്മ എണീറ്റില്ല. പക്ഷെ ഞാൻ വിചാരിക്കണു എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയായിരിക്കാം ആ അമ്മ 18 ദിവസം എൻ്റെ കൂടെ വന്ന് നിന്നത്. അതുപോലെ തന്നെ ഈ 2025 ഒരു 6 മാസം അമ്മ മരിച്ചപ്പോ പിന്നെ 6 മാസം അച്ഛൻ അവിടെയായി. ഒരു 6 മാസം അച്ഛനും എൻ്റെ കൂടെ വന്ന് നിന്നു. എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛനും വിടവാങ്ങി. അപ്പൊ ഞാൻ അച്ഛൻ മരിച്ചതിനേക്കാൾ ഏറെ എന്നെ സമാധാനിപ്പിച്ചത് എൻ്റെ ഒരു വലിയ ആഗ്രഹം, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ വന്ന് നിന്നു, നമ്മളെ പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി. ഒരു കൃഷിക്കാരനായിരുന്നു അച്ഛൻ, ഞങ്ങളെയൊക്കെ നല്ല നിലയിലാക്കി. അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചു കൊടുക്കണം, അവരെ പരിചരിക്കണം, അതൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും ആദ്യം തയ്യാറായിരുന്നില്ലെങ്കിലും അവസാനം എൻ്റെ ആഗ്രഹം നിറവേറാൻ അങ്ങനെ ഒരു നിയോഗം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ വിചാരിക്കുന്നു നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് എന്തോ അത് നമുക്ക് പ്രകൃതി നമുക്ക് തരും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു എവരി വൺ. താങ്ക് യു. ഇനി ആരാണ്? സെഷനെ കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും പറയാം. ഞാൻ ഏറെ സംസാരിച്ചത് കൊണ്ട് മിണ്ടാതങ്ങിരുന്നതാണ്, മറ്റുള്ളവർ പറയട്ടെ എന്ന് ഓർത്തിട്ട് മിണ്ടാതിരുന്നതാണ്. പറയൂ ആരും പറയൂ പറയൂ. മിണ്ടുന്നില്ലാത്തോണ്ട് സാറ് ഒരു 1.5 മണിക്കൂർ നേരം അല്ല ഒരു സൗജന്യ സേവനം പോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സാർ മുമ്പേ പറഞ്ഞ പോലെ ഒരു എമ്പതിയുടെ ഭാഗമായിട്ട് തന്നെ കരുതാം. ഇത്രയേറെ അറിവുകൾ ഈ കൂടിയിരുന്ന ശങ്കരനിസാനൊക്കെ തലമുതിർന്ന ആൾക്കാരാണെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാനൊരു അവസരം ഈ വർഷ അവസാനം ഒരു ദിവസം മാത്രം മിച്ചം നിൽക്കുമ്പോൾ സാർ ഒരുക്കി തന്നു. ഒത്തിരി അല്ലെ ശരിക്കും മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ സാർ പറഞ്ഞ പോലെ ഈ 90 ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. അപ്പം നല്ലതായിരുന്നു, എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടു. നന്നായിരുന്നു സാറേ. ഇനിയും അടുത്ത എൻ്റെ പ്ലാനിങ്ങുകൾ ഞാൻ സാർ പറഞ്ഞ പോലെ ഒരു ചെറിയ സംരംഭകയാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ശ്രമമൊക്കെ ഞാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ അത് ഫ്ലോപ്പായി പോയി. പക്ഷെ ഞാൻ വിട്ടിട്ടില്ല. അടുത്ത വർഷം വീണ്ടും വേറൊരു രീതിയിലേക്ക് തന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഐഡിയാസ് ഒക്കെ പിന്നീട് സാറുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ സാർ. നെവർ ഗിവ് അപ്പ്, നെവർ ഗിവ് അപ്പ്. ഒരിക്കലും നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും വിട്ടുപോകരുത്. നെവർ ഗിവ് അപ്പ് എന്നാണ് നമ്മളോട് എപ്പോഴും പറയട്ടെ. സോ താങ്ക് യു, താങ്ക് യു. എല്ലാവിധ ആശംസകളും. കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ സാർ. ആരാണ്? താങ്ക് യു സാർ, താങ്ക് യു. അടിപൊളി സെഷൻ ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ
എന്തുവാ പാർട്ടിലൂടെയും സാറ് കടന്നുപോയി. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ കുറെ ചലഞ്ചസ് എടുത്താലും ഒന്നും നേടിക്കൊണ്ട് പോകും. സാറിന്റെ 90 ദിവസത്തെ ആ സെറ്റിങ്സ് അത് അടിപൊളിയായിരുന്നു. അതാകുമ്പോൾ നമ്മൾ 3 മാസം കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ചെയ്യും. അതെന്തായാലും നല്ലൊരു തീരുമാനം എനിക്ക് കിട്ടിയില്ല. അതിനകത്ത് കുറെയൊക്കെ നമ്മൾ ഓരോന്ന് കേൾക്കുന്നുണ്ടെങ്കിലും സാറിന്റെ ആ ഒരു ഏഹ്, തീരുമാനം കൊള്ളാം. നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമുക്ക് 3 ചെയ്യാമല്ലോ. അങ്ങനെ 3 മാസം ഇരിക്കും. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു നസ്യ. ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത് തന്നതിന് ഒന്നുകൂടി സാറിന് താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് ഓൾ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ഓക്കെ നാളെ എന്റെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്, എല്ലാരും ജോയിൻ ചെയ്യും. രണ്ടും കൂടെ ആകുമ്പോ എല്ലാരും ഒന്ന് സെറ്റ് ആവും. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഒരാൾക്കും കൂടി 1-2 പേർക്ക് പറഞ്ഞ് നമുക്ക് സെഷൻ 9:30 ഞാൻ പറയാം സാർ. പറയൂ സാർ. എനിക്ക് ഞാൻ ആക്ച്വലി തിരുവനന്തപുരത്താണ് ഒരു സെഷനായിട്ട്. അപ്പോൾ എന്നെ 9:30 മണിക്ക് ഡിന്നറിന് വേണ്ടി പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ആക്ച്വലി എക്സലന്റ് ക്ലാസ് ആണ്. നമ്മൾ ഒരേ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണ്, പോസിറ്റീവ് കമ്മ്യൂണിൻ്റെ. അപ്പോൾ അവിടുന്ന് സാറിൻ്റെ സെഷൻ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാറിനെ ലൈഫ് ടെക്കിൻ്റെ ഒരു ട്രെയിനർ എന്ന നിലയ്ക്കാണ് ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ ആ സാറിൻ്റെ ആ ഒരു നെറ്റ്വർക്ക് ഇൻക്രീസ് ചെയ്യേണ്ട ഭാഗത്തിലാണ് PC-യിലൊക്കെ വന്നതും. ഇപ്പോൾ ഒരുപാട് നെറ്റ്വർക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിസിബിലിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സാറ്. രാവിലെ തന്നെ ഓരോ പോസ്റ്റർ ഒക്കെ ഇട്ടിട്ട് വിസിബിലിറ്റി കൂട്ടുന്നുണ്ട്. നമുക്ക് വിസിബിലിറ്റി കൂട്ടിയാലാണ് നമ്മളെ ട്രെയിനിങ് സെഷനൊക്കെ നമുക്ക് കൂടുതൽ വരുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതും വിസിബിലിറ്റി കൂട്ടുന്ന ഒരു മേഖല തന്നെ. സാറിന്റെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ കൂടി സാറിന്റെ ആ ഒരു എക്സ്പെർട്ടിസം ഇവിടെ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. എല്ലാം നല്ല നല്ല പോയിന്റുകളാണ്, എല്ലാം നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഈ 2026 എല്ലാവർക്കും ഗുണമാവും എന്നുള്ളതിന് യാതൊരു സംശയവും. എല്ലാവരും ലേൺഡായ ആൾക്കാരാണ് ഉള്ളത്. ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ള 2 പോയിന്റ് എനിക്ക് സാറിന്റെ പോയിന്റിൽ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, സാറ് 90 ഡേയ്സിന്റെ ഒരു ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എക്സർസൈസ് ആണെങ്കിൽ ഞാൻ 30 വർഷമായിട്ട് യോഗ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, മെഡിറ്റേഷനും 30 വർഷമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നരേന്ദ്രമോദി സാർ വന്നതിന് ശേഷമാണ് ലോകം മുഴുവൻ യോഗയും മെഡിറ്റേഷനൊക്കെ തുടങ്ങിയത്. പക്ഷെ അതിന് മുന്നേ, എത്രയോ മുന്നേ ഇത് ചെയ്തു തുടങ്ങിയ ഒരാളാണ്. അതിനേക്കാൾ എത്രയോ മുന്നേ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ 90 ഡേയ്സിന് നമുക്ക് ഒന്നുകൂടി കട്ട് ഷോർട്ട് ചെയ്യണം. അതിന് ടു ഡു ലിസ്റ്റ് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ജനറലായിട്ട് ആൾക്കാർ ടു ഡു ലിസ്റ്റ്, നാളെ ഞാൻ ഇത് ചെയ്യും, ബുക്ക് വായിക്കും, അല്ലെങ്കിൽ ഞാൻ എക്സർസൈസ് ചെയ്യും, അങ്ങനെ കുറേ എഴുതി വെക്കുന്ന, മനസ്സിൽ എഴുതി വെക്കുന്ന അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അതിനെ വേറെ രീതിയിലേക്ക് മാറ്റുകയാണ്. ഇപ്പം എൻ്റെ രീതി ഞാൻ പറഞ്ഞു തരാം. ഞാൻ 4:30 മണിക്ക് എണീക്കുന്ന ആളാണ്. 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 15 മിനിറ്റ്സ് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 15 മിനിറ്റ്സ് 4:45 മുതൽ 5 മണി വരെ മെഡിറ്റേറ്റ് ചെയ്യുന്ന കൃത്യമായിട്ട് ഞാൻ ടൈം വെച്ചിട്ട് എഴുതുന്നുണ്ട്. അതുപോലെ 5 മണി മുതൽ 6 മണി വരെ ഞാൻ വായിക്കും എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 1 മണിക്കൂർ ഞാനത് വായിക്കും. പിന്നെ 6 മണി 7 മണി മുതൽ 8:30 വരെ യോഗ ചെയ്യും, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 8:30 മുതൽ 9:30 വരെ നമ്മൾ കുളിക്കുക, അതുപോലെ വസ്ത്രം അലക്കുക, കഴുകുക. ഞാൻ എൻ്റെ വസ്ത്രം സ്വയം കഴുകുന്ന ഒരാളാണ്. അത് ട്രഡീഷണലി പണ്ടത്തെ രീതിയിലാണ് കഴുകുന്നത്. വാഷിംഗ് മെഷീൻ എടുക്കാറില്ല. ജീൻസ് മാത്രമേ വാഷിംഗ് മെഷീനുള്ളൂ. അങ്ങനെ പിന്നെ ഫാമിലി ടൈം, പിന്നെ ഓഫീസ് ടൈം, അങ്ങനെ സമയം വെച്ച് എഴുതിയിട്ട് പോകുമ്പോഴുള്ള മെച്ചം, നമുക്കത് കൃത്യമായി എഴുതിയ 10 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 10ഉം ചെയ്യാൻ പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഞാൻ അതിനൊരു എക്സാമ്പിളാണ്. പിന്നെ ചിലപ്പോൾ ഒരു ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടായി, അങ്ങനെയൊക്കെ വരുമ്പോൾ മുടങ്ങുന്നല്ലാതെ ഒരു സാധാരണ ദിവസത്തിൽ ഇതുപോലെ ഈ 90 ഡേയ്സ് നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ ഡെയിലി ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള ഒരു ആഡ് ഓൺ കൂടി ഞാൻ പറയാണ്. അതർവൈസ് എക്സലന്റ് സെഷനാണ് സാറിൻ്റെ, അടിപൊളിയാണ് സാർ. ഇനിയും മുന്നോട്ട് ഇപ്പോൾ ഇവിടെ ഏകദേശം 10-25 പേരെ ഞാൻ കണ്ടത്. ഒരു 250 ആൾക്കും ഒരു സൂമിൻ്റെ അത്ര 500
പ്ലാറ്റ്ഫോമാണ് അല്ലേ, 400 ഓഫ് അത്രയും ആൾക്കാർക്ക് സാറിന് ക്ലാസ് എടുക്കാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു ശങ്കരൻ സാറേ, സാറിന്റെ വിലയേറിയ വാക്കുകളും സാറിന്റെ സജഷനും. ഞാനെന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും പെട്ടെന്ന് ഹൈ ടാസ്ക് എന്ന് വേണ്ട 90 ഡേയ്സ് പറയും. അതൊക്കെ നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് കുറച്ചും കൂടി റീഡേഴ്സ് ചെയ്യാം, ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാം. നമ്മൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ആക്ഷൻ ടേക്കർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കണം. പക്ഷെ ഇതൊരു ഒരു ഫ്രെയിം വർക്കാണ്. ആ ഫ്രെയിം വർക്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. അതിനാവശ്യമായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് വിളിക്കാം, സപ്പോർട്ട് യാതൊരു വിഷയം ഉണ്ടാവില്ല. കാരണം പുഞ്ചിരിക്കുന്ന ഞാൻ പറഞ്ഞേ, മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ പുഞ്ചിരിക്കുന്ന പ്രകാശമായിട്ട് നമുക്ക് മാറാൻ കഴിയുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അതിന് ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയാനുള്ളത്. സോ വേറെ ആർക്കെങ്കിലും പറയാണെങ്കിൽ ഒന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ സർ, ഐ ആം ലീവിംഗ്. ഓക്കെ താങ്ക് യു. ഓക്കെ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്താണ് വേണ്ടത്? ആരെങ്കിലും ഉണ്ടോ? ജോൺസൺ സാർ ഉണ്ടോ? ജോൺസൺ സാർ ഇല്ല എന്നാണ് പോയിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സുജാത മാം. മാത്രമല്ല, നിങ്ങൾ ഈ ഒരു 1.5 മണിക്കൂർ കൃത്യമായിട്ട് ഇത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും കാത്ത് ഇത് കേട്ടിരുന്നല്ലോ, അതിന് തന്നെ ഒരു വലിയൊരു ബിഗ് സല്യൂട്ട്. കാരണം വെച്ചാൽ അതാ പറയാം, ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ട് മാറാൻ നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരണം. എന്ത് സപ്പോർട്ടും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. തീർച്ചയായിട്ടും അതിന് കഴിയട്ടെ. വേറെ ഒന്നും ഇപ്പോൾ ഈ 30-ാം തീയതി വേറെ ഒന്നും പറയാനില്ല. മനോഹരമായൊരു വർഷമായിട്ട് 2026 മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും വലിയ പുഞ്ചിരിക്കുന്ന വലിയൊരു പ്രകാശമായിട്ട് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാൾട്ട് ഡിസ്നിയുടെ ഒരു മനോഹരമായിട്ടൊരു ഇതുണ്ട്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, you can do it. Thank you. Good night. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir. Thank you. Good night. Happy New Year, all dears. താങ്ക് യു സർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. Thank you, sir.